ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നോക്കുന്നത്. അതിൽ കഴിഞ്ഞ 3 ആഴ്ചകളായി നമ്മൾ വൈവാഹിക തലത്തിൽ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ സിറ്റുവേഷൻസിൽ എങ്ങനെ മാനേജ് ചെയ്യണം, പ്രത്യേകിച്ച് ആഫ്റ്റർ മാരേജിനെ എങ്ങനെ കൂടുതൽ എൻറിച്ച് ചെയ്യാം, ആ വിഷയമാണ്. ഒത്തിരി ടോപ്പിക്കുകൾ, പോയിന്റുകൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ഒരിക്കൽ കൂടി വിജയരാമൻ സാർ ഒരു ഫാമിലി കൗൺസിലറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ പഠിക്കുന്നു. ആ പഠനത്തെ വളരെ കൃത്യമായിട്ട് അല്ലെ പൊതു ജനത്തിന് വേണ്ടി ഒരു സോഷ്യൽ സർവീസ് പോലെ സാർ അത് കൃത്യമായിട്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഏകദേശം 25-ലധികം ക്ലാസ്സുകൾ ഏതാണ്ട് ഇതേ വിഷയത്തിൽ സാറ് എടുത്തിട്ടുണ്ട് പല സമയങ്ങളായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം പുതിയ ചില കാര്യങ്ങളൂടെ ചേർത്ത് ആഡ് ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. പേരൻസിന്റെ തലത്തിൽ നിന്നോ കുട്ടികളുടെ തലത്തിൽ നിന്നോ ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയും കൂടെ ഈ ടോപ്പിക്കിനുണ്ട്. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം ജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. കേൾക്കുന്നുണ്ട് തന്നെ? കാണുന്നുണ്ടായിരിക്കുന്നു അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഇന്ന് ഷെയർ ചെയ്തോട്ടെ, മെറ്റീരിയൽ ഷെയർ ചെയ്തോട്ടെ. സാബു സാർ ഷെയർ പോസ്റ്റ് ആക്കി തന്നെ. ഹോസ്റ്റ് 2 ഉണ്ടോ? ഒരെണ്ണല്ലേ ഉള്ളൂ? എങ്ങനെ? ഹോസ്റ്റ് ആണല്ലോ അല്ലേ? വരുന്നില്ലല്ലോ. ഓക്കെ, നമ്മള് കഴിഞ്ഞ തവണ എടുത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? പറഞ്ഞ പോലെ തന്നെ 50% നമ്മള് ഇന്ററാക്ഷനിലൂടെ പോകും. അതിനൊരു പ്രത്യേക കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. എന്താ പറഞ്ഞത്? നമ്മള് വൈവാഹിക വിഷമതകള്, അതുപോലെ തന്നെ വൈവാഹിക വിഷമതകൾക്ക് ശേഷം അതൊരു ഡിസ്ട്രെസ് ആവുക, ദുരിതമാകുക, അതിനുശേഷം ഭിന്നതകൾ വരാം ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ, അതിനുശേഷം ഡിവോഴ്സ്, അങ്ങനെ മോശമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം. ഇതാണ് നമ്മുടെ വിഷയം. അപ്പോ ഇതെങ്ങനെ, ഇതിന്റെ വിത്തുകൾ, ദ സീഡ്സ് ഓഫ് ഓൾ ദീസ് തിങ്സ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇതൊരു സീക്വൻസ് ആയിട്ടാണ് വരുന്നത്. ആദ്യം വരുന്നത് സ്ലൈറ്റ് ഡിഫിക്കൽട്ടീസ് ആണ്, കുറച്ച് വിഷമങ്ങൾ. പിന്നീട് അതൊരു സഹിക്കാൻ പറ്റാത്ത കാര്യമായി മാറുകയാണ്, ഡിസ്ട്രെസ് അല്ലെ, ദുരിതമായിട്ട് മാറുകയാണ്, വൈവാഹിക ദുരിതം, മെരിറ്റൽ ഡിസ്ട്രെസ് എന്ന് പറയും. അതിനുശേഷം ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കോഡ്, അതായത് ഭിന്നതകൾ. ഈ 4 D വെച്ചുള്ള കളിയാണ്. ഈ ഭിന്നതകൾ വർദ്ധിച്ചിട്ട് അവസാനം ഡിവോഴ്സ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിലാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൊല്ലത്തില്, ഫസ്റ്റ് ഇയർ, അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇടപെടലുകൾ അല്ലെ, ഇന്ററാക്ഷൻസ്, അതാണല്ലോ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, അതല്ലേ ജീവിതം ഉണ്ടാക്കുന്നത്. അറിയാത്ത ഒരു പുരുഷനും അറിയാത്ത ഒരു സ്ത്രീയും തമ്മിൽ ഇടപഴകിയിട്ട് ജീവിതത്തിലേക്ക് വരുന്നു, ജീവിതം തുരുപ്പിടിപ്പിക്കുന്നു അല്ലെ, അതല്ലേ സംഭവിക്കുന്നത്. ആ സമയത്ത് അവർ തമ്മിൽ എന്ത് സംഭവിക്കുന്നു? ഒരു പാറ്റേൺ ആയിട്ട് ഈ ഇടപെടലുകൾ ഡെവലപ്പ് ചെയ്യുന്നു, അതായത് ഒരു പ്രകൃതമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു ഇതില് മാലഡാപ്റ്റീവ് ആയിട്ട് വരുന്നത്, ഇതൊരു അഡാപ്ഷനാണ് വരുന്നത്, അതായത് ഒരു പൊരുത്തപ്പെടലാണ് സംഭവിക്കുന്നത്. ഭർത്താവിനായിട്ട് ഭാര്യ പൊരുത്തപ്പെടുന്നു, ഭാര്യയായിട്ട് ഭർത്താവ് പൊരുത്തപ്പെടുന്നു. അപ്പോൾ അഡാപ്റ്റേഷൻ അല്ലെ. ഇതില്
ശരിയായി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ജീവിതമായിരിക്കും. പക്ഷേ മാൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ മോശമായ പൊരുത്തപ്പെടല് വരുമ്പോ കാര്യങ്ങൾ മോശമായി വരും. അപ്പോഴാണ് ഡിഫിക്കൽട്ടീസ് വരിക. ആ ഡിഫിക്കൽട്ടീസ് ഈ ഇന്ററാക്ഷണൽ പാറ്റേൺസ് അതില് ചില വ്യതിചലനങ്ങൾ വരുത്തും, അതിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരും. ഇതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മെരിറ്റൽ എൻറിച്ച്മെന്റ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറ്റേണുകളെ പഠിക്കുകയും അത് പഠിച്ചിട്ട് അതിലെ നെഗറ്റിവിറ്റി കണ്ടെത്തുകയും അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി തിരുത്തിയിട്ട് വൈവാഹിക പ്രശ്നങ്ങൾ പരിഹരിക്കണം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിരുന്നല്ലോ. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു. നമ്മള് ഇതൊരു സേഫ്റ്റി വാൾവാണ്. ഒരു പ്രശ്നങ്ങളുള്ളവർക്ക് വൈവാഹിക ദുരിതം, ഓൾറെഡി മെന്റൽ ഡിസ്ട്രെസ്, വയ്യ, സഹിക്കാൻ വയ്യ എന്ന ഈ അവസ്ഥയാണ് മെഡിക്കൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു സേഫ്റ്റി വാൾവാണ്. ഫർദർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഡിവോഴ്സിലേക്കൊന്നും കാര്യങ്ങൾ ചിന്തിക്കില്ല. അങ്ങനത്തെ ഒരു ഗുണമാണ് ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് ചെയ്യാൻ. പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വിവാഹ സ്വർഗമാക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇത് പലതരത്തിലുള്ള മെരിറ്റൽ എൻറിച്ച്മെന്റ് ഉണ്ട്. അത് പക്ഷെ എന്തൊക്കെ ആയാലും ഇതിന്റെ പൊതു നിയമങ്ങളൊന്നാണ്. ചില വിവാഹത്തിന്റെ മെച്ചപ്പെടുത്താനുള്ള, വൈവാഹിക ജീവിതം മെച്ചപ്പെടുത്താനുള്ള ചില കാര്യങ്ങളുണ്ട്, പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ട് പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതിലെല്ലാം അധിഷ്ഠിതമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ചിലത് ചില പ്രത്യേക കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതായത് ആശയവിനിമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആശയവിനിമയം. പിന്നീട് എന്താണ് ഇന്റിമസി, അല്ലെ? മറ്റൊന്ന് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് ആണ്. പ്രശ്നങ്ങൾ, അല്ലെ? സംഘർഷം ഇല്ലാതാക്കി. പിന്നെ വരുന്നത് എന്താണ്? പ്രതീക്ഷകളുടെ വിഷയം വരുന്നുണ്ട്. പിന്നെ അതായത് എക്സ്പെക്ടേഷൻസ്. അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. വൈവാഹിക ജീവിതം നന്നാക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതിലെങ്കിലും ചിലതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ ഓരോ പ്രത്യേകമായിട്ടുള്ളത്. പിന്നെ ഈ റിസ്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത്? റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കും നമ്മൾ. പിന്നെ എന്താ? സംരക്ഷണ ശക്തികൾ, ഘടകങ്ങളുണ്ട്. അതപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് അതൊക്കെ നമ്മൾ കൂടുതൽ കൂട്ടും, കൊടുക്കും. നമ്മൾ പലതും സംസാരിച്ചു. നമ്മൾ എന്തൊക്കെ സംസാരിച്ചത്? ഈ ടാസ്കുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെ? അത് വരുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു നമ്മള് ഈ, അല്ലെ, ഇപ്പോഴത്തെ ദമ്പതികൾക്ക് ഇപ്പൊ എന്ന് പറഞ്ഞ ഡിവോഴ്സ് റേറ്റുകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടെത്തി, നമുക്ക് എല്ലാം അറിയുന്ന കാര്യം. അപ്പോ അതിനുള്ള കാരണങ്ങളാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിന്റെ ആദ്യം പറഞ്ഞ വിഷയമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇന്ററാക്ഷണൽ പാറ്റേൺസ് സ്വഭാവമായി മാറും. അതിനു മുൻപേ നമ്മൾ തടയണം. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈവാഹിക ജീവിതം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. അതാണ് ഏറ്റവും ആദ്യം ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ചെയ്യേണ്ടത് ഏത് ഘട്ടത്തിലും നടത്താം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറും, വൈവാഹിക ജീവിത ഘട്ടത്തിൽ മാറുമ്പോൾ നടത്തുന്നതാണ് കൂടുതൽ നല്ലത്. ഈ ടാസ്കുകളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്, ഈ ടാസ്കുകൾ. ഇതാണ് വിവാഹം കഴിച്ച ദമ്പതികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നന്നായി വിജയകരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇത് പൂർത്തിയായിട്ടില്ലെങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ ഉടനെ പൂർത്തിയാക്കിയാൽ മതി. വളരെ ക്ലിയർ ആണ് ഈ ടാസ്കുകളുടെ കാര്യം പറഞ്ഞത്. അതായത് വൈവാഹിക ഉപവ്യവസ്ഥ, അതായത് കുടുംബത്തിന്റെ അകത്ത് സബ് സിസ്റ്റംസ് ഉണ്ട്. ഓരോ കുടുംബത്തിന്റെ അകത്തും ഒരു കുടുംബത്തിലേക്ക് പെട്രിയാർക്കൽ സൊസൈറ്റി ആവാം, മെട്രിയാർക്കൽ, അല്ലെ? മരുമക്കത്തായ ആകാം, അല്ലെങ്കിൽ മക്കത്തായ, അങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ വരുന്നത്. പിതാവിന് കൂടുതൽ പ്രാധാന്യം, മാതാവിന് വരുന്നത്. നമ്മുടെ കുടുംബങ്ങൾ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളത്. പെട്രിയാർക്കലാണ് കൂടുതലുള്ളത് നമ്മുടെ സാഹചര്യത്തില്, നമ്മുടെ നാട്ടില്. എന്തൊക്കെയായാലും അവര്
സ്ത്രീയെ വിവാഹം കഴിഞ്ഞ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി താഴ്ത്തി നിർത്തിയിട്ട് അവരുടെ പക്ഷെ അവര് താഴ്ത്തി നിന്നാൽ അതാണ് സബ്സിസ്റ്റം എന്ന് പറയുന്നത്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ കാരണവർ തന്നെയായിരിക്കും. പക്ഷെ ഇവര് താഴെ ഉണ്ടാവും. പക്ഷെ ഇവർക്കും ചില അവകാശങ്ങളൊക്കെ കൊടുക്കണം. ഇവ അവകാശങ്ങൾ കൊടുത്തിട്ട് അവരെ സ്വയം തീരുമാനിക്കാനും സ്വയം കുടുംബമാവാനുമുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് അതിനുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് ഉപവ്യവസ്ഥ. പിന്നെ പറഞ്ഞു ഭർത്താവിനൊരു കുടുംബമുണ്ട്, ഭാര്യയ്ക്ക് വേറൊരു കുടുംബമുണ്ട്. അതിന് നമ്മൾ മൂല കുടുംബം എന്നാണ് വിളിക്കുക. FO എന്ന് പറയും, ഫാമിലി ഓഫ് ഒറിജിൻ ഇംഗ്ലീഷ് പറയും. ഇത് രണ്ട് കുടുംബങ്ങളും വ്യത്യസ്തമാണ്. പിന്നെ വിവാഹം കഴിച്ച ഈ വധുവും വരനും വേറൊരു കുടുംബമായി ആകുകയാണ് വേണ്ടത്. അതിനുള്ള പിന്തുണയാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോ ഇത് ആരോഗ്യകരമായിട്ട് ഇവർ വേർപെടണം. അതായത് ഇപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഇവര് തമ്മിലുള്ള ബന്ധം നന്നായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ നടക്കും. അതായത് നമ്മളെ ജന്മം തന്ന അമ്മയും അച്ഛനും മറന്നുകൊണ്ടിട്ടല്ല വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ട് ആരോഗ്യപരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ അവരുമായി ആരോഗ്യപരമായി വേർപെടുകയും വേണം. നമ്മൾ ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളായിട്ട് പത്തു വരുന്നു അങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യ അങ്ങനെ തന്നെ തുടരാൻ പാടില്ല. അപ്പൊ രണ്ടാമത്തെ ടാസ്ക് ശരിയാവില്ല. അവർ വേർപെടുക തന്നെ വേണം. അതാണ് രണ്ടാമത്തെ ടാസ്ക്. വേർപെട്ടിട്ട് ഒന്നാവണം, ഇവരൊന്നാവണം, ഭാര്യ ഭർത്താവ്. അതാണ് രണ്ടാമത്തെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർ ജീവിതം തുടങ്ങി അവർക്ക് സ്വയം പ്ലാനിങ് ചെയ്യാനുള്ള കഴിവുണ്ടായി അങ്ങനെയൊക്കെ ആയിട്ട്. അതാണ് ആദ്യം പറഞ്ഞത്. അവർക്ക് സ്വയം പ്ലാൻ ചെയ്യാനും തീരുമാനം എടുക്കാനും ഉള്ള കഴിവുണ്ടാവണം. അവരായിരിക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്നിട്ട് അത് ഇന്നത് വേണം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വൈവാഹിക ജീവിതത്തിൽ ഇന്നതൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ള പ്രതീക്ഷ രണ്ടുപേർക്കും ഉണ്ടാവണം. ആ പ്രതീക്ഷയെ എങ്ങനെ നടപ്പാക്കണം, ഇതിനുള്ള ആശയം അവരുണ്ടാവണം. അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യണം. അങ്ങനെയൊക്കെ ആയിട്ട് അവർ ചെയ്യണം. അതിന് ശേഷം ആരോഗ്യകരമായ വേർപാടിനെ നെഗോഷിയേറ്റ് ചെയ്യണം അച്ഛനും അമ്മയായിട്ട്. അതായത് പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ടാവും അച്ഛനും അമ്മയ്ക്കും ഇതുപോലിപ്പം. അപ്പോ അതിനൊക്കെ ഒരു നെഗോഷിയേഷനേ വേണ്ടു. അല്ലാതെ നമ്മൾ തർക്കിക്കാനൊന്നും പോണ്ട. തർക്കമല്ല നമുക്ക് ആവശ്യം, നെഗോഷിയേഷനാണ്. നമുക്ക് ഒത്തുതീർപ്പാണ് ആവശ്യം, നമുക്ക് വിട്ടുവീഴ്ചയാണ് ആവശ്യം. അങ്ങനെ വിട്ടുവീഴ്ചയായിട്ട് അവർ ആരോഗ്യപരമായിട്ട് വേർപെടണം. എന്നതിന് ശേഷം ഒന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ സാമൂഹ്യ ജീവിതം എങ്ങനെ വേണം, അവരുടെ ജോലി എങ്ങനെ ചെയ്യണം, ആ ജോലി സമയത്ത് അതിനനുസരിച്ച് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, അവരുടെ ഒഴിവ് സമയം എങ്ങനെ ചെലവഴിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം ഭാര്യയും ഭർത്താവും തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു ഇച്ചിരി അങ്ങോട്ടും ഇച്ചിരി വിട്ടുവീഴ്ചകൾ അങ്ങോട്ട് ഇച്ചിരി കൊടുക്കുക, അതുപോലെ ഇച്ചിരി മാത്രം ഇങ്ങോട്ട് എടുക്കുക. രണ്ട് ഭാഗത്തുനിന്ന് അതാണ്. അപ്പൊ അതിനാണ് നമ്മള് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് നമുക്കൊരു അങ്ങനെ അറേഞ്ച്മെന്റ് എടുത്തിട്ട് തീർപ്പിൽ പ്രവർത്തിക്കുക. അങ്ങനെ കഴിഞ്ഞ മൂന്നാമത്തെ ഇതുവഴി. അതാണ് കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇതൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇനി ഓക്കെ അല്ലേ, വൈവാഹിക ബുദ്ധിമുട്ടുകൾ, അതായത് മെരിറ്റൽ ഡിഫിക്കൽട്ടീസ്. ആ സ്റ്റേജ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യണം. കാരണം മെരിറ്റൽ എൻറിച്ച്മെന്റ് ഉദ്ദേശിക്കുന്ന ഈ ഡിഫിക്കൽട്ടീസ് സ്റ്റേജിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ സ്റ്റേജിൽ കൈകാര്യം ചെയ്യണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് ഉണ്ട്. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രിവെൻഷനായിട്ട് പറയും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സൈക്കോളജിയിൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ട്. അതായത് പരക്കെ ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രവണത ഉണ്ട്. അതായത് പണ്ട് എന്താണ്, പാത്തോളജിക്കാണ് ചികിത്സിച്ചിരുന്നത്. പ്രശ്നത്തെ ആയിരുന്നു പണ്ട് ചികിത്സിച്ചിരുന്നത്, രോഗത്തെ ചികിത്സിക്കാം അതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ. അതിന്റെ അർത്ഥം പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ തടയുക, പ്രിവെൻഷൻ. ഇതാണ് ഇത് തന്നെയാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ അതിന് തടയാൻ കഴിയുക, അതിനുള്ള ഇൻസൈറ്റുകൾ, അതിനുള്ള സ്കിൽസ് നമ്മൾ കൊടുക്കാം. ഇതാണ് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒരു പ്രശ്നം ആശയവിനിമയമാണ്. പിന്നെ സംഘർഷ പരിഹാരമാണ്. കോൺഫ്ലിക്റ്റ്, അതായത് ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള രണ്ട് ജീവികൾ അല്ലെ, അങ്ങനെയല്ലേ, പുരുഷനും സ്ത്രീയും അല്ലെ, രണ്ട് മനുഷ്യർ അല്ലെ, അവര് ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ വൈകാരികമായിട്ട് ഒരുപാട് വ്യത്യസ്തരാണ്.
അത് മാത്രമല്ല, വീണ്ടും വ്യത്യാസമുണ്ട്. ശാരീരികവും വൈകാരികവും അതുപോലെ മാനസികം അല്ലെ. മനസ്സും സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യാസമുണ്ടാകും. അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, വൈകാരിക പശ്ചാത്തലം, ഇതെല്ലാം വളരെയേറെ വ്യത്യാസം. കുറച്ചല്ല വ്യത്യാസമുണ്ട്, വളരെയേറെ വ്യത്യാസം. അങ്ങനെയുള്ള രണ്ട് മനുഷ്യർ ഒന്നിക്കുകയാണ്. അപ്പൊ എന്തായാലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, അതായത് സംഘർഷങ്ങൾ ഉണ്ടാകും. ഈ സംഘർഷങ്ങൾ പരിഹരിച്ചേ തീരും. സംഘർഷം ഉണ്ടാകുന്നത് വഴക്കിലേക്ക് പോകരുത്. അതിന്റെ മുന്നേ നമുക്ക് പരിഹരിക്കാൻ കഴിയണം. അതാണ് സംഘർഷ പരിഹാരം. പിന്നെ ഇന്റിമസി, ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ, മുന്നത്തെ വിവാഹത്തില് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ വിവാഹ രീതികളൊക്കെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവര് പ്രേമവിവാഹങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അതും അതിലപ്പുറം പോകുന്നുണ്ട് അവർ. അത് ഇന്നത്തെ പുത്തൻ യുവതലമുറയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വിവാഹം, പ്രേമവിവാഹത്തിന് പല അതിലും ഉയർന്ന സ്റ്റേജിലേക്ക് അല്ലേ, ഒന്നിച്ച് താമസിക്കുക, വിവാഹം കഴിക്കുക, അത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നവരാണ്. അപ്പോ ഇവര് ഏറ്റവും അധികം വിലവഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇന്റിമസി എന്ന് പറയുന്നത്. ഈ ഇന്റിമസിക്ക് വേണ്ടിയിട്ടാണ് ഇവര് വിവാഹം കഴിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കുടുംബത്തിന്റെ സ്റ്റാറ്റസ് വളർച്ച ഒന്ന്, രണ്ടാമത് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക. അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ അതുകൊണ്ട് തന്നെ പെണ്ണിനെ സംരക്ഷിക്കുക, സംരക്ഷണം ഉറപ്പുവരുത്താൻ പെണ്ണിന്റെ, ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ലക്ഷ്യം. ഇന്നിപ്പോ അതല്ല, ഇന്റിമസിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ നാലാമത്തെ കാര്യം പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകൾ എന്താണ്? ഇത് എക്സ്പെക്ടേഷൻ. വിവാഹത്തെ കുറിച്ച് പുരുഷനും സ്ത്രീക്കും പ്രതീക്ഷകളുണ്ടാവും. അത് വ്യത്യസ്തമാണ്. അത് കോൺഷ്യസും സബ് കോൺഷ്യസും ആണ്. നമ്മള് ചിലതൊക്കെ നമുക്ക് അറിയാം, ചിലത് നമ്മൾ അറിയുന്നില്ല, എങ്കിൽ കൂടി നമ്മുടെ മനസ്സിന്റെ അകത്തും ഉണ്ട്. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, നമ്മുടെ അച്ഛനും അമ്മേനെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളങ്ങനെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ സബ് കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ടത് ഇതിങ്ങനെ വേണം. വിവാഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ പെരുമാറും, ഭാര്യ ഇങ്ങനെ പെരുമാറും. ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ പലതും. ഈ പ്രതീക്ഷകൾ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ചർച്ച ചെയ്യാറില്ല. പരസ്പരം ചർച്ച ചെയ്യാറില്ല എന്ന് മാത്രമല്ല, അറിയാറുമില്ല. അവർക്ക് തന്നെ അവരുടെ പ്രതീക്ഷകൾ അറിയില്ല. പക്ഷെ അത് ഇത് ഒരു സബ് കോൺഷ്യസ് ലെവലില് ബന്ധത്തിന് ബാധിക്കുകയാണ്. അത് അവരറിയാതെ, അതാണ് സംഭവിക്കുന്നത്. ഈ പ്രതീക്ഷകളും വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കണം. ആദ്യം നമ്മൾ എടുക്കുന്നത് ആശയവിനിമയത്തെ കുറിച്ചാണ്. ആശയവിനിമയം ക്ലിയർ അല്ലേ? ഞാനിപ്പോ പറഞ്ഞിടത്തോളം ഇനി ആരെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യൂ. ആശയവിനിമയത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ഇന്നത്തെ ദിവസം. എന്താണ് ആശയവിനിമയം? ഈ ഏറ്റവും വലിയ പ്രശ്നം ആശയവിനിമയ തകരാറാണ് വൈവാഹിക ജീവിതത്തില്. ആശയവിനിമയം കറക്റ്റായ എല്ലാം കറക്റ്റായി, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇന്റിമസി കൂടും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. നാലാമത്തെ വിഷയം എന്താ പറഞ്ഞത്? നമ്മള് വേറെ വിഷയങ്ങളുണ്ട് കേട്ടോ, നാലാക്കി ചുരുക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് എത്തുമ്പോ നമ്മൾ എല്ലാത്തിലേക്കും കിടക്കും. അപ്പൊ ഇത് കുറച്ച് ചുരുക്കിയിട്ട് നാലും വെച്ചതാണ്. അപ്പൊ ഈ പ്രതീക്ഷകള് നന്നായി ആശയവിനിമയം നിർത്തി കിടത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. ഒരാളുടെ പ്രതീക്ഷയും അല്ല, ചിലപ്പോ യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത പ്രതീക്ഷകൾ ഉണ്ടാവാം. അതിനെക്കുറിച്ച് ചർച്ചയിലൂടെ നടക്കുള്ളൂ. നെഗോഷിയേഷനിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ തർക്കിക്കാനല്ല തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കറിയാം. ഏത് കാര്യത്തിലും തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ട് കാര്യമുണ്ട്. നമ്മൾ റിജിഡ് അല്ലാതെ ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് പോയ കാര്യമുണ്ട്. കോംപ്രമൈസ് അല്ലെ, കോംപ്രമൈസിൽ എത്തിക്കഴിഞ്ഞ കാര്യമുണ്ട്. ഇതൊക്കെ ഇപ്പോ നാലാമത്തെ കാര്യം, 4 കാര്യങ്ങൾ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം ശരിയായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആശയവിനിമയം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഇത് 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നോൺ എഫക്റ്റീവ്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ വൈകാരികമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം.
അല്ലെങ്കിൽ അതാണ് അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വൈകാരികമായ കമ്മ്യൂണിക്കേഷൻ അതായത് ആണല്ലോ അല്ലേ അല്ലേ ഇമോഷണൽ സപ്പോർട്ട് അല്ലേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വിവാഹത്തിന്റെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിലും വൈകാരികമായ പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വൈവാഹിക ജീവിതമല്ല അത്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കൂട്ട് അല്ലേ ഒരു കൂട്ട് ഇതൊക്കെയല്ലേ ഈ വൈവാഹിക ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട. അതായത് നമുക്ക് ഏത് വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആശയവിനിമയം നടത്തുക, അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പങ്കാളി മുന്നോട്ട് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ. അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ട അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയും. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ തകരാറുകളാണ് ഇതിൽ വരാൻ പോകുന്നത് എന്നൊക്കെ പറയാം. പ്രധാനപ്പെട്ട വിഷയമാണ് ആശയവിനിമയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടും തമ്മിൽ എന്താ ഉദ്ദേശിക്കുന്നത്. അഫക്റ്റീവ് ആൻഡ് നോൺ അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്. എപ്പോഴും ഇങ്ങനെ ഈ വൈകാരിക തലത്തിൽ നിന്നിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ വൈകാരിക തലം ഒരു വൈകാരികത ഇല്ലെങ്കിൽ വൈവാഹിക ജീവിതമില്ല. പുരുഷനും സ്ത്രീയും തമ്മിൽ വൈകാരികമായിട്ട് ഒന്നിക്കണം, അല്ലെങ്കിൽ വൈവാഹിക ജീവിതമില്ല. അപ്പൊ അതാണ് അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രകടിപ്പിക്കാൻ ഭാര്യയ്ക്ക് ഭയം ഉണ്ടാവരുത് ഭർത്താവിനോട് മനസ്സിലുള്ള വികാരം തുറന്നു പറയാനായിട്ട്. അതേമാതിരി തിരിച്ചും ഭർത്താവിനും ഭയം ഉണ്ടാവരുത്. ഞാനിത് എന്റെ യഥാർത്ഥമായ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എന്നോടുള്ള പ്രതികരണം എന്താവും എന്നുള്ളതിന് ഉറപ്പില്ല. അങ്ങനെ വരുന്നത് അതൊരു നല്ല ഇതാവില്ല. ഒരു നല്ല ഏറ്റവും അധികം അതാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഡിസ്ക്ലോഷർ അല്ലെ, സ്വയം തുറന്നു പറയാൻ കഴിയുന്നതായിരിക്കണം ദാമ്പത്യം. അല്ലാത്ത അവസ്ഥയിൽ ദാമ്പത്യത്തില് നല്ല ഏറ്റവും അധികം വേണ്ട ഇന്റിമസി ഉണ്ടാവില്ല തുറന്നു പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥ അത് ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും അതേ രീതിയിൽ തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് പുരുഷനും സ്ത്രീയും തമ്മിലെ ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല, അല്ലാതെ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാറുണ്ട് അല്ലെ. ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ട് പല കാര്യങ്ങളും ഒരു വീട് വെക്കണം, ഒരു കാർ വാങ്ങണം, അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ വാങ്ങണം, പല കാര്യങ്ങളും പലതും ചിന്തിച്ച് നന്നായി ചിന്തിച്ച് ആസൂത്രണം ചെയ്തിട്ട് ഒക്കെ ആയിട്ട് നടപ്പാക്കേണ്ട വിഷയങ്ങളുണ്ട്. അത് നോൺ എഫക്റ്റീവ് ആണ്. അപ്പൊ ആ രീതിയിലും കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ. ആരെ സംസാരിക്കുന്നത്? വീഡിയോ ഓൺ ചെയ്യാം പറ്റുന്നിടത്തോളം വീഡിയോ ഓൺ ചെയ്യാൻ. ബിബി അല്ലേ, ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു സെക്കൻഡ്. കാരണം കഴിയുന്നിടത്തോളം വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആശയവിനിമയം നമ്മൾ സംസാരിക്കണേ, കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ നമുക്ക് അറിയണ്ടേ. പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എല്ലാം എന്താ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു എന്താണെന്നുള്ള ഒരു ആൻസൈറ്റി ഉണ്ടാവും. അതെ, ആൻസൈറ്റി ഉണ്ടാവും, ഭയം ഉണ്ടാവും അല്ലേ. അതെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും, അത് അതേ രീതിയിൽ ആ മനുഷ്യൻ എടുക്കുമോ അല്ലെങ്കിൽ അവൾ എടുക്കുമോ അല്ലെ. അതെ. ഞാൻ പറയുന്ന വേറെ രീതിയായിരിക്കും, ചിലപ്പോ മറ്റേ ആള് എടുക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലേ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ എടുക്കുന്നുള്ളത് ആ ഒരു ഓപ്പൺനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ പറയാവൂ. പിന്നെ നേരത്തെ ഉള്ള എല്ലാം ഓപ്പൺ ആക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ വളരെ നല്ല ചോദ്യങ്ങളാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ, എല്ലാം പരിപൂർണമായിട്ട് തുറന്നു പറയേണ്ടതുണ്ടോ
ഇതൊക്കെ നമ്മൾ ചിന്തിച്ചും നമ്മൾ അതിനനുസരിച്ച് പറയാനും പാടുള്ളൂ. അതൊക്കെ ആളെ മനസ്സിലാക്കി വേണം ചെയ്യാൻ അല്ലേ? ആളെ അതെ. മനസ്സിലാക്കി. കറക്റ്റ്. ഏത് സാറേ ഘട്ടത്തിലാണ് പ്രശ്നം ആകില്ലേന്നല്ല, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഓപ്പൺ ആക്കി പറയാൻ പാടില്ല. വളരെ ഡിപ്ലോമാറ്റിക് ഒരിക്കലും ആയിട്ട് ഫിൽട്ടർ ചെയ്ത് പറയാൻ പാടുള്ളൂ. സാർ അബ്ദുറഹ്മാൻ സാറല്ലേ? യെസ്. സാർ ഇപ്പൊ പറഞ്ഞു ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആ സാറ് വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു? എനിക്കത് കാണണമായിരുന്നു, എങ്ങനെയാ ഒരിക്കലും എന്ന് പറഞ്ഞത്. ഞാനിപ്പോ വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് ഓൺ ചെയ്യൂ സാർ. ചെയ്യാൻ ഉപകാരപ്പെടാണ്. ആ ഒന്നുകൂടി പറയാമോ? ഒരിക്കലും പാടില്ല എന്ന് പറയും സാർ. ഞാൻ പറയണേ, ഈ മുമ്പുള്ള കാര്യങ്ങള് ഒരിക്കലും തുറന്നു പറയാൻ പാടില്ല. വി ഹാവ് ടു ബി വെരി ഫിൽറ്റർ, വെരി ഡിപ്ലോമാറ്റിക് വേ. നഴ്സറി മുതല് PG PhD വരെ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വരെ പല റിലേഷൻസും പല ഫീലിങ്സും പല ആളുകളുമായിട്ടും പല ആളുകൾക്കും പല ബന്ധങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരു പ്രാവശ്യം തമാശക്കെങ്കിലും പറഞ്ഞു പോയാല് അത് ജീവിതകാലം മുഴുവൻ അവരെ കളിയാക്കും. അത് ചിലപ്പോ കളിയാക്കി പറയുകയാണെങ്കിലും മറ്റേ ആൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ഡിവോഴ്സസ് നടന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് സൈക്കോളജിസ്റ്റ് മുതൽ സോഷ്യോളജിസ്റ്റ് മുഴുവൻ എല്ലാവരും പറയുന്നത്. ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഫിൽട്ടർ ചെയ്ത് സംസാരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പല ആളുകളും അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ സാർ. സാറ് ഈ ആശയവിനിമയത്തിന്റെ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ സാറ് സാറേ, ഞാൻ ഇപ്പം ആ സാറ് പറഞ്ഞതിനോടും പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സാറേ, ഒരു ആലോചന വന്നിട്ട് അവരിപ്പം റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ പണ്ടത്തെ രീതിയല്ല, അവർക്ക് സെൽഫോണിലുള്ള വർത്താനാണ് ഇതിന. അങ്ങനെ വർത്താനം പറയുമ്പം ഈ ആൺകുട്ടികൾ ചിലപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ വർത്താനം പറയും. പെൺകുട്ടികൾ മനസ്സ് തുറന്ന് സംസാരിക്കും. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോ പിന്നെ എനിക്കിങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് ഇതിന്റെ പുറകിൽ വരാം. അപ്പൊ ഈ കുട്ടി സത്യമായിട്ടുള്ള കഥ പറയും. ഇങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു ആദ്യം, പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല, അവൻ പാവപ്പെട്ടവനായിരുന്നു. അപ്പൊ നിങ്ങളുടെ കേസ് വന്നിട്ട് അവന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല് അവൾ ഒരിക്കൽ മനസ്സ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവനത് പുഴുക്കുത്ത് വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പാടില്ല. കുറച്ചെല്ലാം നമുക്ക് സ്വകാര്യത വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ സാറേ ബിഗ് ബോസിൽ എന്താ സംഭവിക്കണത്? എത്രയോ കേസുകൾ ഉണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ഭയങ്കര അത് പല ഫാമിലികളും തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ അത് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ലാതെ പ്രവർത്തിച്ചിട്ടല്ലേ? അവിടെയാണ് നമ്മുടെ കൺട്രോൾ. അതിനങ്ങോട്ട് പോകല്ലേ, പേര് കിട്ടാനും ഫേമസ് ആവാനും പൈസ കിട്ടാനും വേണ്ടി ഓടുകയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്രയും പറഞ്ഞ് നമ്മളതിൽ എനിക്ക് ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടി വിശകലനം ചെയ്യാം കേട്ടോ. ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വിശകലനം ചെയ്യാം. ഒരിക്കലും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡിവോഴ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നുകൂടി ലാസ്റ്റിൽ ഈ ആശയവിനിമയത്തിന്റെ പോർഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി വിശകലനം ചെയ്യാം. മൂന്നാമത് നമ്മൾ പറയുന്നത് വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തില് ചിന്തകളും സംശയങ്ങളും വേവലാതികളും പ്രവർത്തിക്കാനുള്ള ഭാര്യയുടെയോ ഭർത്താവിന്റെയോ സ്വാതന്ത്ര്യം അത് എത്രത്തോളം ഉണ്ടെങ്കിൽ ആശയവിനിമയം കറക്റ്റാവും. ആശയവിനിമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൈവാഹികത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക്, ഞാൻ വീണ്ടും പറയുന്നു, ഭർത്താവിന് ഏറ്റവും നല്ല കൂട്ടാവുന്നതാണ് ഉത്തമ ഭാര്യ. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഏറ്റവും നല്ല കൂട്ട് നൽകുന്ന ആളാണ് ഉത്തമ ഭർത്താവ്. ഇത് ഉണ്ടാകണമെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഒരു വിശ്വാസം ഉണ്ടാവണം. അത് നേരത്തെ പറഞ്ഞു സെൽഫ് ഡിസ്ക്ലോഷറിന്റെ രണ്ടുപേരും പറഞ്ഞത്, മാമും അബ്ദുറഹ്മാൻ സാറും പറഞ്ഞത് ഇത് തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വിശ്വാസം ഉണ്ടാവില്ല. അവിടെ വിശ്വാസം മുന്നോട്ടില്ലാതെ പരസ്പര വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതെന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന
ഈ വൈവാഹിക ജീവിതത്തില് എന്താണ് സംഭവിക്കുന്നത്? ആശയവിനിമയ തകരാറുകൾ, ആശയവിനിമയ തകരാറുകൾ വരും. മനസ്സിൽ പല ചിന്തകളും ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. മനസ്സാണ് മനുഷ്യനാണ്, മനുഷ്യന്റെ മനസ്സിൽ ചിന്തകൾ വരും. അതുപോലെ പല ഡൗട്ട്സും ഉണ്ടായിരിക്കും. അതുപോലെ എൻസൈറ്റി, വേവലാതികൾ ഉണ്ടാവും. ഇതൊക്കെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ ആവുന്നില്ല, ഭർത്താവുന്നില്ല. അത് പരസ്പരം പ്രകടിപ്പിക്കുന്നത് അങ്ങനെ. അതാണ് അവർ തമ്മിൽ വേണ്ട ആശയവിനിമയം. അഫക്റ്റീവ് അല്ലെ, അഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇതാണ്. ഇത് പറ്റിയിട്ടില്ലെങ്കിൽ ഭാര്യ ഭർത്താവുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ പല ഡിവോഴ്സുകളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തമ്മിലടികളും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ മാം പറഞ്ഞു ഭാര്യയോട് ഇങ്ങനെ ചോദിക്കും, അപ്പൊ ഭാര്യ അറിയാതെ തുറന്ന് പറഞ്ഞു പോകും. എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ആശയവിനിമയത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇതല്ല ശരി, പറയാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞാൽ സെൽഫ് ഡിസ്ക്ലോഷർ നടത്തുമ്പോൾ മാത്രമേ ഇന്റിമസി സൗഹൃദം ഭാര്യ ഭർത്താവ് കൂടുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ അഡ്വാൻസ് ചെയ്യട്ടെ, നമ്മുടെ മനസ്സിലെ സംശയങ്ങളെല്ലാം തീരും അങ്ങനെ വരുമ്പോൾ. പിന്നെ തെറ്റായ ആശയവിനിമയങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു മൈൻഡ് റീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പൊ മനസ്സ്, സാബു സാർ അവിടെ ഒന്നും സംസാരിക്കുന്നില്ല, കേട്ടുകൊണ്ടിരിക്കണം. സാബു സാറിന്റെ മനസ്സിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ചിന്തിച്ച് എന്റെ മനസ്സിലുണ്ടാക്കാം. എന്നിട്ട് നമുക്ക് എന്നെ ഒരു അവസ്ഥയിൽ എത്തിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം പലതും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരികയാണ്. അപ്പൊ അത് ചിലപ്പോൾ ഒരു പക്ഷെ എനിക്ക് എതിരാകാം. എനിക്ക് എന്തോ ചിന്തിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു? സാവിധാറിന്റെ അടുത്ത് ഞാനൊരു പദ്ധതി വെച്ചിട്ടാണ് പിന്നീട് വരാൻ പോകുന്നത്. ഇതിനാണ് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത്. മൈൻഡ് റീഡിങ് മനസ്സിൽ ഒരാളുടെ മനസ്സ് വായിക്കാൻ ഇന്നേ വരെ മറ്റൊരാൾക്ക് കഴിയുമെന്നുള്ളതിന് തെളിവില്ല. അപ്പൊ നേരത്തെ പറഞ്ഞു വിശന്നിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് അല്ലെ, എന്താണ് വിശപ്പ് ആയിരിക്കും അല്ലെ, ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം, അതൊക്കെ ആയിരിക്കും മനസ്സ്. അത് മനസ്സിലാകാൻ മുഖം നോക്കിയാൽ മതി എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു നമ്മൾ ഈ കാര്യത്തിൽ ഒരു തർക്കിയിരുന്നത്. പക്ഷെ ആ നോക്കുന്ന മുഖം നോക്കി അപ്പൊ എന്താ സംഭവിക്കുന്നത്? മൈൻഡ് റീഡിങ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വിശന്ന ഭർത്താവ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിശബ്ദമായിട്ട് വീട്ടിൽ എന്നെ കണ്ടാൽ അറിയില്ലേ എനിക്ക് വിശക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഭാര്യയ്ക്കും ചിന്തിക്കാം മറിച്ച് ഭർത്താവ്. ഇതിനാണ് മൈൻഡ് റീഡിങ്. ഇത് ശുദ്ധ അബദ്ധമാണ്. ഇതേവരെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും ബാരിയർ ഓഫ് സൈക്കോളജിക്കൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ പല അവസ്ഥയിലും ഇപ്പൊ ഭാര്യയ്ക്ക് പല പ്രശ്നം, വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് വരും. പക്ഷേ അപ്പൊ പറയേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൻ്റെതാണ്. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കൊടുത്താ പെട്ടെന്ന് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൻ്റെതാണ്. അതാണ് ശരിയായ ആശയവിനിമയം എന്നാണ് മൈൻഡ് റീഡിങ് എന്ന കാര്യം. തെറ്റായ ആശയവിനിമയം പാടില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്ത് അല്ലെ, ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലെ? ആരെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പറയാം. പിന്നെ സാധാരണ ആശയവിനിമയ തകരാറുള്ള വൈവാഹിക ബന്ധത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തലുകളും മാത്രം, നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ ആശയവിനിമയം നടത്തുള്ളൂ. ഒരു മനുഷ്യനാണെങ്കിൽ അവന് സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. സ്ട്രെങ്ത് മാത്രമുള്ള ഒരു മനുഷ്യനും ഇന്നേ അവർ ജനിച്ചിട്ടില്ല. അതുപോലെ വീക്ക്നെസ് മാത്രം, ദൗർബല്യങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഇന്നേ അവർ ജനിച്ചിട്ടില്ല. ഇത് രണ്ടും കൂടിയിട്ടാണ് ഒരു മനുഷ്യനാവുന്നത്. അതുപോലെ പോസിറ്റീവ്സ്, അതാണ് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അല്ലെ? നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും രണ്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. 100% പോസിറ്റീവ് ആയിട്ടുള്ള ഒരുത്തരും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ജീവിക്കുന്നില്ല. 100% നെഗറ്റീവ് ആയിട്ടുള്ള ഒരുത്തരും ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല. അതാണ് സത്യം. അപ്പോ ഈ നെഗറ്റീവ് മാത്രം മുഖത്ത് പ്രകടിപ്പിച്ച് അദ്ദേഹം അങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, ചേട്ടൻ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ് എന്ന് മാത്രം മനസ്സിൽ വെച്ചിട്ട് ആശയവിനിമയം നടത്തും. അതാണ് ഏറ്റവും വലിയ ആശയവിനിമയം തരാൻ. നമ്മള് ഒന്ന് ചിരിക്കാനും ഒന്ന് ഒരു
നന്ദി പറയാനും അതുപോലെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ഇതിനൊക്കെ സമയം മനഃപൂർവ്വം കണ്ടെത്തി കഴിഞ്ഞു. ഈ പറഞ്ഞ ആശയവിനിമയദ്വാര നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഈ ഓരോ ആശയവിനിമയ പ്രശ്നത്തിനും പരിഹരിക്കാൻ ഇതുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അടിപിടിയും അതുപോലെ ഈ പ്രശ്നങ്ങളുള്ള ഡിസ്ട്രസ്റ്റ് ആയിട്ടുള്ള മെരിറ്റൽ ഡിസ്ട്രസ്റ്റ് ഉള്ള വൈവാഹിക ബന്ധത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഒരാൾ മറ്റാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നെഗറ്റീവ് ഫീലിംഗ് മാത്രമേ പരസ്പരം ഉണ്ടാവുള്ളൂ. അത് മാത്രമേ അവർ പറയുള്ളൂ, പെരുമാറുള്ളൂ. അപ്പൊ ഇത് ഇല്ലാതാക്കാൻ ഇതാണ് വേണ്ടത്. പിന്നെ എന്താ പ്രശ്നം? ഒന്നും സംസാരിക്കാതെ അല്ലെ, ആശയവിനിമയം നടത്താതെ തന്നെ പ്രശ്നങ്ങൾ തീരുമെന്ന വിശ്വാസം. അതായത് ഒരു പ്രശ്നമുണ്ട്, വളരെ പ്രസക്തമായ പ്രശ്നമാണ്. ആ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കി ഡിസ്കസ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് പരിഹരിക്കാൻ വേണ്ടത്. അതാണ് ശരിയായ രീതി. ഇപ്പോ ഈ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി ഉണ്ട്. ഇപ്പോ എന്താ വേണ്ടത്? ഈ പറഞ്ഞ ഡിസ്കഷന് ആശയവിനിമയം നടക്കണം. എന്താണ് പ്രശ്നം എന്ന് അറിയണം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് അതിന്റെ രീതി വരുന്നത്. അപ്പോ ഇത് കുറെ കഴിഞ്ഞല്ല തീർന്നുള്ളൂ. മനസ്സിലാക്കി പുള്ളി മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇത് ഇപ്പൊ എന്താണ്, ഭാര്യയും എന്താണ് ഭാര്യയും അങ്ങനെ ചുറ്റില്ലേ, തട്ടിമുട്ടിയിരിക്കും. ചട്ടിയും തലവായ തട്ടിമുട്ടിയിരിക്കും അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളൊക്കെ ഉണ്ട്. അങ്ങനെ തീരുമെന്ന് വിശ്വസിച്ച് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പ്രതിഭാസം ഉണ്ടാവും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രതിഭാസം ഉണ്ടാവും. ഈ പാറ്റേണുകൾ ദൃഢമായി തീരും. ഈ ഇന്ററാക്ഷണൽ പാറ്റേണുകൾ, തെറ്റായ മേലഡക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷണൽ പാറ്റേണുകൾ ദൃഢമായിട്ട് അത് സ്വഭാവമായി മറ്റൊരു പ്രശ്നം തീരാതെ ഉള്ളൂ. അതാണ്. പിന്നെ നിശബ്ദ ചികിത്സാ രീതികൾ നമുക്കറിയാം. എന്താണ് നിശബ്ദ ചികിത്സ? രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവും. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ നിശബ്ദനായിരിക്കും. അല്ല, അച്ഛനും അമ്മമാരൊക്കെ ഉപദേശിക്കും, അവൻ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, ഈ ഒന്നും ഉണ്ടാവും. അതുപോലെ തിരിച്ചു ഭർത്താവിനോടും ഭർത്താവിന്റെ അച്ഛനും അമ്മയോടൊക്കെ കുറിച്ച് ഒന്നും പറയണ്ട, നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെയാണ് തെറ്റായ ആശയവിനിമയം. അതാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയിരിക്കും വിചാരിക്കും അല്ലേ? അടുത്തത് ഞാൻ പോകുന്നത് സംഘർഷ ആശയവിനിമയത്തെ കുറിച്ച് കുറച്ചും കൂടി പറയാവോ? ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവോ? ആശയവിനിമയം എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേര് ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു സംഭവത്തിലല്ല ഈ സംഘർഷം വരുന്നത്. ഭർത്താവായാലും ഭാര്യ ആയാലും പിന്നെ അവരുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞിട്ട് അതിലേക്ക് വരും സാറേ സംഘർഷം. അങ്ങനെയാണ് അധിക കേസ്. കാരണം ഇവര് നല്ല ഇഷ്ടമായിരിക്കും, എന്തെങ്കിലും ഒരു സംഭവത്തിന് വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ അത് ചൊല്ലിയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ മാം രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ? എന്താ സാറേ? രണ്ടാമത്തെ ഒരു ടാസ്ക് ഉണ്ട്. 3 ടാസ്ക് ആണല്ലോ വിവാഹ ജീവിതത്തിലുള്ളത്. രണ്ടാമതൊരു ടാസ്ക് ഉണ്ട്, ആരോഗ്യമായ വേർപെടലാണ്. മൂല കുടുംബം അല്ല ഇവര്. ആ കുടുംബത്തിൽ നിന്നും വേറിട്ടിട്ട് ഒരു കുടുംബമായി തീരണവര്. സോറി സാർ, അതിന്റെ ഇടയിൽ ഞാൻ ഫോൺ വന്നിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയായിരുന്നു. അതെ, അങ്ങനെയുണ്ട്. 3 ടാസ്ക് ആണ് ഒരു വൈവാഹിക ജീവിതത്തിൽ ചെയ്യേണ്ടത്, ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. ആദ്യത്തെ ടാസ്കില് പെടുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോ അച്ഛനും അമ്മയും രണ്ട് കുടുംബത്തിൽ നിന്നല്ലേ, ഒരു ഭർത്താവിന്റെ കുടുംബമുണ്ട്, ഭാര്യയ്ക്ക് വേറെ കുടുംബം. ഈ കുടുംബക്കാരല്ലേ പ്രശ്നം ഉണ്ടാവണം അല്ലെ? ഈ കുടുംബക്കാര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ആരോഗ്യകരമായിട്ട് വേർപെടുന്ന ഇവര് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ആരോഗ്യപരമായിട്ട് ഇവർ വേർപെടാൻ ഇവർക്ക് കഴിയണം. അതിനുള്ള ടാസ്കാണ് ആദ്യം അവർ ചെയ്യേണ്ടത്. അതായത് ഒരു വ്യവസ്ഥ, അവർക്ക് വീക്ഷണം ഉണ്ടാവണം ജീവിതത്തെ കുറിച്ച്. ഞാൻ എന്നെ സ്ത്രീയെ, പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ ആ പെൺകുട്ടിക്ക് അതുപോലെ ഞാൻ ഇന്നവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനുള്ള കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ജീവിക്കുമ്പോ എന്തൊക്കെ വേണം, എങ്ങനെയായിരിക്കണം, അതൊരു നിയമത്തിൽ പോകണം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും വീക്ഷണങ്ങളും പരസ്പരം ഉണ്ടാകണം. ഇത് ഇവര് പരസ്പരം ചർച്ച ചെയ്തിട്ട് അത് നടപ്പാക്കാനുള്ള ഒരു പദ്ധതി ഇവരുടെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നതിനാണ് ആദ്യത്തെ ടാസ്ക്. അതാണ് സബ്സിസ്റ്റം എന്ന് പറയുന്നത്.
അതിന് കുറച്ച് സമയമെടുക്കും. ഭാര്യ കുറച്ച് സമയമെടുക്കും. അപ്പൊ അതിന് കുറച്ച് പിന്തുണ ഈ മൂല കുടുംബത്തിലുള്ള ആൾക്കാർ കൊടുക്കും. ഭാര്യയുടെ അച്ഛനും ഭർത്താവിന്റെ അച്ഛനും അമ്മയും അതുപോലെ ഭാര്യയുടെ അച്ഛനും അമ്മയും ആ കുടുംബം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അവരുടെ ഉത്തരവാദിത്തം. ശരിയായ എന്നും അവരിയ്ക്കും. ഇപ്പൊ ഭാര്യയുടെ ഏറ്റവും എന്റെ മോളാണ്, എന്റെ മോനാണ് എന്ന് പറയുന്ന കുടുംബക്കാര് എന്നും അവരുണ്ടാവും, ഇല്ലല്ലോ? അവർക്ക് ഈ ജനിച്ചു കഴിഞ്ഞാൽ ഒരു അന്ത്യമുണ്ടല്ലോ, അല്ലെ? അപ്പോ ഈ മോൻ എപ്പോഴും സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോളെ എപ്പോഴും സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുഴഞ്ഞാട്ടായി തീരും. അപ്പോ ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ തരത്തിലുള്ള ഒരു പിന്തുണ മാത്രമാണ് അവർ കൊടുക്കേണ്ടത്. അത് ആദ്യത്തെ ടാസ്കിന്റെ കാര്യമാണ്. ഇവർ പരിവർത്തിച്ചിരിക്കും. രണ്ടാമത്തെ ടാസ്ക് ആരോഗ്യപരമായിട്ട് ഇവർക്ക് വേർപെടുക എന്നത് തന്നെയാണ്. ഞാൻ മൂലകുടുംബത്തിലെ അല്ല, ഫാമിലി ഓഫ് ഒറിജിൻ ഉണ്ട്, ആ കുടുംബത്തിലെ അല്ല വിവാഹം കഴിച്ചതിന് ശേഷം അവർ പ്രത്യേക കുടുംബമാകാൻ അവർക്ക് കഴിയണം. അവർ വേർപെടണം. അത് രണ്ടാമത്തെ ടാസ്ക്കാണ്. ഈ രണ്ടാമത്തെ ടാസ്ക് മാന്യമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരും ഭരിക്കാൻ പറ്റില്ല. ഒരു ഭാര്യയുടെയും ഭർത്താവും കൂടിയിട്ടുള്ള ഒരു കുടുംബം, അതാണ് കുടുംബം. അതാണ് അവരുടെ കുടുംബം. പിന്നെ കുട്ടികൾ, അവരുടെ കുട്ടികൾ വേറെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഏഡ് ചെയ്ത് പോകും. ആ കുട്ടി വീണ്ടും കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വേറെ കുടുംബം, അങ്ങനെയൊക്കെ. അതാണ് ആ കുടുംബങ്ങളുടെ വ്യവസ്ഥ വരുന്നത്. അപ്പോ ഇങ്ങനത്തെ ഈ അവസ്ഥയില് ഇവര് കുടുംബമായാൽ തന്നെ മൂലകുടുംബങ്ങളായിട്ട് ബന്ധം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. അച്ഛനും അമ്മേനെ ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല. ആ അച്ഛനും അമ്മയായിട്ടും നല്ല ബന്ധത്തിൽ തന്നെ പോകണം. രണ്ടു കൂട്ടരും, ഭാര്യയും ഭർത്താവും ആരോഗ്യകരമായിരിക്കണം ആ ബന്ധം. അല്ലാതെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അച്ഛനും അമ്മയായിട്ട് ബന്ധപ്പെടുന്ന കാര്യമില്ല. അതാണ് പറഞ്ഞത്. ആരോഗ്യകരമായിട്ട് പരസ്പര ബന്ധം അവർ തമ്മിലാകാം. ഇത് രണ്ടാമത്തെ ഇതാണ്. ക്ലിയർ ആണോ മാം? സാറേ, അങ്ങനെയുള്ള കേസിൽ ഒരു കുട്ടി മാത്രം, ഒരു മോൻ മാത്രം ഉണ്ടെങ്കിൽ, വേറെ കുട്ടികളെ ഇല്ല അവർക്ക്, ഒരു മോൻ മാത്രമേ ഉള്ളൂ, അപ്പൊ അതിനുള്ള സാധ്യത കുറവല്ലേ സാറേ? സാധ്യത കൂടുതലല്ലേ ചെയ്യാൻ മാം? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഒരു മോൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോളൂ. അപ്പോ എന്താ സംഭവിക്കണത്? മോൻ ഇപ്പൊ പേട്രിയാർക്കാണ് നമ്മുടെ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി ഇതാണല്ലോ കൂടുതലല്ലേ, വളരെ കുറച്ച് മാത്രമേ ഈ മരുമക്കത്തായ ഉള്ളൂ, അല്ലെ? മക്കത്തായ, അതാണ് ഇപ്പോൾ ഉള്ളത്, പലർക്കും ഉള്ളത്. അതായത് അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരേ ഒരു കുഞ്ഞുള്ളൂ. അപ്പൊ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരിക ചെയ്യാം, അല്ലെ? അപ്പോ ആ അവസ്ഥയില് ഈ മോളായിട്ട്, അപ്പോൾ ഒരേ ഒരു മോനേ ഉള്ളൂ. അപ്പൊ ഈ കൊണ്ടുവരുന്ന പെൺകുട്ടി മോളായിട്ട് മാറും. യഥാർത്ഥത്തിൽ അങ്ങനെ ആകണം. മോനോട് സ്നേഹം ഉണ്ടെങ്കിൽ മോളായിട്ട് കരുതാൻ പറ്റണം. ഞാൻ ഉദ്ദേശിച്ചതല്ല, അവർക്ക് വേറെ പോവാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. അവരവിടെ തന്നെ നല്ല രീതിയിൽ ജീവിക്കണം. നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷേ ഈ ഞാൻ പറഞ്ഞത്, ഈ ജീവിക്കുന്നത് ഈ ടാസ്കുകള് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് വേണം. ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും എല്ലാ കാലം ഉണ്ടാവില്ല. അച്ഛനും അമ്മയും മോനെയും മോളെയും സ്നേഹിക്കുന്നത്, എന്റെ മോൻ, എന്റെ ഒരേ ഒരു മോൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ മോനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേണ്ടത് ആ മോന് നല്ല രീതിയിൽ ഒരു കുടുംബം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കലാണ്. അല്ലാതെ മോനെ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് എന്റെ മോനാണ് പറയുന്നത്, അങ്ങനെ ആ നിർത്തലല്ല. അതല്ല ശരിയായ സ്നേഹം, ശരിയായ കുടുംബ വ്യവസ്ഥിതി. കുടുംബ വ്യവസ്ഥയും അങ്ങനെയല്ല എന്നുള്ളത് ഇതൊന്നും ഉപദേശം രൂപേണ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞുള്ളൂ, ഉപദേശം രൂപേണ നമ്മൾ പറയില്ല ഈ കാര്യങ്ങളൊന്നും. നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ചോദിച്ചപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഇപ്പൊ ആശയവിനിമയത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയി. പിന്നെ വേറെ ആശയവിനിമയത്തിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലെ? നോൺ വെർബൽസിന്റെ കളിയാണ് ആശയവിനിമയം. വെർബൽസ് 95% മാത്രമാണ് എന്തുള്ളത്, വാക്കുകൾക്ക് പ്രാധാന്യമുള്ളൂ. അല്ല, 5% മാത്രമാണ് വാക്കുകൾക്ക് പ്രാധാന്യമുള്ളൂ. 95% നോൺ വെർബൽസ് ആണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. പല രീതിയിലും ഈ ആശയവിനിമയത്തെ കുറിച്ചിട്ട് പല കാര്യങ്ങളുണ്ട്. ഒരു ക്ലാസ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ തീരില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ആശയവിനിമയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉള്ളത്. ഒത്തിരി കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അതൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എങ്ങനെ ആശയവിനിമയം മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യത്തിൽ അതിൽ വരുന്ന ഒരു പോയിന്റ് അത് തന്നെയാണ്. ഈ വെർബൽ ആൻഡ് നോൺ വെർബൽ എന്ന് പറയുന്ന ആ ഒരു തരം
തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന രീതിയിൽ പലപ്പോഴും, പ്രത്യേകിച്ച് നോൺ വെർബൽ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നൊരു കാരണം അത് തന്നെയാണ്. കാരണം സാർ പറഞ്ഞ മെഹ്റാബി എന്ന് പറയുമ്പോൾ വെറും 7% ഉള്ളൂ വെർബൽ എന്ന് പറയുന്നത്. ബാക്കി 98% നോൺ വെർബലാണ്. എത്രമാത്രം ഇമ്പോർട്ടൻസ് അതിൻ്റെ അകത്തുണ്ട്. അത് സത്യത്തിൽ ആരും അതിനെ ഒരു പഠനമോ അതിനെ പഠിപ്പിക്കലോ ഒന്നുമില്ല. പക്ഷെ അത് മനസ്സിലാക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. അതാണ് മനസ്സിലായത്. അത് ഇതിനെ കുറിച്ചുള്ള ഒരു നോളജ് ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവണം ശരിക്കും. എന്താണ് വെർബൽസ്, എന്താണ് വെർബൽസ്. ഈ മുഖത്ത് നോക്കി റിപ്ലൈ പറയാനുള്ള ഒരു കപ്പാസിറ്റി. കറക്റ്റ്. ഐ കോണ്ടാക്ട്. ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആശയവിനിമയത്തിൽ. അതായത് പണ്ടൊക്കെയാണ് സ്ത്രീകള് പുരുഷന്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. യുദ്ധാബദ്ധമാണത്. അപ്പോൾ ആശയവിനിമയം ഒരിക്കലും കറക്റ്റ് ആവില്ല. അതായത് ഈ മുഖത്ത് അല്ലെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മുഖത്തെ പേശികൾ 1.5 ലക്ഷത്തോളം പേശികളുണ്ടെന്ന് പറയുന്നത് ഈ മുഖത്ത്. ആ 1.5 ലക്ഷത്തോളം പേശികളും ഓരോ ചിന്തയ്ക്കും എന്ത് ചിന്തിച്ചാലും ആ ചിന്ത ഈ 1.5 ലക്ഷം പേശികളിൽ അനുരണനം ഉണ്ടാക്കും. ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നു. അതാണ് മനസ്സിന്റെ ഡിപ്പാർട്ട്മെന്റില് പ്രീ സബ്മിഷൻ ഉണ്ടായത് ഒരു കുട്ടിന്റെ. ഹലോ. അപ്പൊ ആ മുഖത്തെ ആ പേശികളുടെ കാര്യം പറഞ്ഞ ആ ഇത് മുഖം നോക്കിക്കഴിഞ്ഞാല് ആണ് ആശയവിനിമയം കറക്റ്റ് ആവുള്ളൂ. മുഖത്തേക്ക് നോക്കിയാൽ ഈ മുഖത്തേക്ക് നോക്കുക എന്നത് സെയിം ആണ് കണ്ണിലേക്ക് നോക്കുന്നത്. കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞാൽ മുഖത്തേക്ക് മുഴുവൻ നോക്കുന്നതില്ലേ. അതാണ് ഐ കോണ്ടാക്ട് എന്നൊരു കാര്യം വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ വലിയൊരു കാര്യമുണ്ട്. എംപതിക് ലിസണിങ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല കാര്യം ഉണ്ട്. എംപതിക് ലിസണിങ്, അതായത് മറ്റൊരാളുടെ ഷൂവിൽ നിന്നിട്ട് അയാള് പറയുന്നത് കേൾക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, എന്താണ് എന്റെ കാര്യം, ഇതൊക്കെ മനസ്സിലാക്കിക്കോളും. അങ്ങനെ കാര്യങ്ങൾ. അത് എംപതിക് ലിസണിങ്. ഇതൊക്കെ ആശയവിനിമയത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും ഫലപ്രദമായ ആശയവിനിമയത്തിലേക്ക് ഉള്ള ചില വഴികളുണ്ട്. ഒന്ന് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് നമ്മള് മറ്റൊരാളിൽ നിന്ന് എന്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നു അത് അവർക്ക് കൊടുക്കാൻ തയ്യാറാവാം. അപ്പോ ഒരു നല്ല ആശയവിനിമയം. എൻ്റെ ഭാര്യയുടെ പെരുമാറ്റം എങ്ങനെയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ഞാൻ തിരിച്ചങ്ങോട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ട്. ആശയവിനിമയം കറക്റ്റായിരുന്നു. അതിനാണ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത്, ഇതിപ്പോ എന്തെങ്കിലും ആശയവിനിമയ പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അതായത് പലപ്പോഴും നമ്മളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമ്മളിൽ മാത്രം ശ്രദ്ധിക്കുന്നത്. മറിച്ച് അത് അന്യരിൽ ശ്രദ്ധിക്കാൻ, മറ്റേ ആളിലെ ശ്രദ്ധിക്കാനുള്ള ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശയവിനയത്തിൽ പ്രോബ്ലം മാറ്റാൻ കഴിയും. അതാണ് രണ്ടാമത്തെ ഒരു വഴി. പിന്നെ മൂന്നാമത്തെ പറഞ്ഞ കാര്യം, ഈ നോൺ വെർബൽസ് മനസ്സിലാക്കുക. വാക്കുകൾക്ക് അതീതമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നേടുക. ഇത് ഈ 3 കാര്യങ്ങൾ. ഒന്ന് കാര്യം ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിൽ ശ്രദ്ധീകരിക്കാതെ അന്യനിൽ ശ്രദ്ധീകരിക്കാൻ പഠിക്കാം. ഇതൊക്കെ ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആശയവിനിമയത്തിലെ പ്രോബ്ലംസ് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഇതൊരു വലിയൊരു ചാപ്റ്ററാണ്. ഇത് കുറച്ചൊന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന വിഷയം. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ഈ ആശയവിനിമയം തകരാറിലായാൽ എന്ത് സംഭവിക്കും? സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആശയവിനിമയം തകരാറായ ദമ്പതികളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ സാർ? കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ്. എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്?
എന്താണ് ആ കുടുംബജീവിതം പിന്നെ എങ്ങനെയാവും? ആശയവിനിമയം തകരാറായി താളം തെറ്റാൻ തുടങ്ങും സാറേ, കുടുംബജീവിതം തന്നെ താളം തെറ്റാൻ തുടങ്ങും. എങ്ങനെ താളത്തെറ്റും? ഇതാ ചോദ്യം. അതായത് ഇവര് ആശയങ്ങൾ കൈമാറാത്തോണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതെ. അപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കുട്ടികൾക്ക് മോട്ടിവേഷൻ എടുക്കുമ്പോ പറയുന്ന ഒരു എക്സാമ്പിൾ പറയാം. ആ. കാരണം മുടി നല്ലോണം ഉള്ള ഒരു ഭാര്യ പറയുന്ന, എനിക്ക് മുടി ചീകാൻ ചീപ്പും പിന്നെ ഇത് ക്ലിപ്പും ഇല്ല, അപ്പൊ എനിക്കതിങ്ങനെ ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ലാത്ത കാരണമല്ല. അപ്പൊ അയാള് പറയും, ഭർത്താവ് പറയാം, എന്റെ വാച്ചിന് സ്ട്രാപ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ വാച്ച് കെട്ടാറേ ഇല്ലാന്ന്. അപ്പം വാച്ച് അവിടെ ഉണ്ടായിരുന്നു. ആ വാച്ച് എടുത്തിട്ട് ഭാര്യ പോയിട്ട് മുടി കുറച്ച് വെട്ടിയിട്ട് വിറ്റിട്ട് ഒരു സ്ട്രാപ്പ് മേടിച്ചു കൊണ്ടുവന്നു. അയാളാണെങ്കിൽ ചീപ്പും ഇതെല്ലാം അല്ല, വാച്ച് അവിടെ അയാൾ കൊണ്ടുവരുന്നു. വാച്ച് വിറ്റിട്ട് അവര് ചീപ്പും ഇതും കൊണ്ടുവന്നു. അപ്പൊ ആശയവിനിമയം ഇല്ല. ഇത് അയാളെ കയ്യിലുള്ള വാച്ചും പോയി, ഇവരെ മുടിയും പോയി. നേരെ മറിച്ച് ആശയവിനിമയം ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിന്ന് എനിക്ക് വാച്ച് വിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരാന്ന് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ അത് രക്ഷപ്പെടായിരുന്നു. ഇപ്പൊ രണ്ടും പോയ സ്ഥിതിയിലായി. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോ സംഭവിക്കാറുണ്ട് സാറേ. കാരണം കുടുംബത്തിലായാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമ്പോ തമ്മിൽ പറയാതെ ഒരു വലിയ സാധനം വാങ്ങിക്കണമെങ്കിൽ അവര് വാങ്ങിക്കൊണ്ടും, അത് ഞാനും വാങ്ങിച്ചെടി, അയ്യോ നീ അത് പറഞ്ഞില്ലല്ലോ, രാവിലെ അത് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടും ഇപ്പൊ വീട്ടിലെത്തുമായിരുന്നു. അത് വിലപിടിപ്പുള്ള സാധനമായിരിക്കും, ATM പൈസ ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സാർ. ചെറിയ ചെറിയ കാര്യമാണെങ്കിലും നല്ല എന്താ പറയേണ്ടത്, അത് സാറ് പറഞ്ഞ പോലെ ആശയവിനിമയം ഇല്ലാത്ത കുറെ പ്രശ്നങ്ങളാണത്. നല്ല ഷെയറിങ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? റോയ് സാർ, ആശയവിനിമയം തകരാറിലായ ദമ്പതികളില് എങ്ങനെയാണ് പെരുമാറുക പിന്നീട്? ആശയവിനിമയം പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ തുറന്നു പറയുക മറ്റ് അങ്ങനെ അടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആശയവിനിമയം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ പങ്കാളിയിൽ കണ്ടാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള അവസരം തരാതെ അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ ആശയവിനിമയം നടത്താതെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിഷയം ഉണ്ടാകാം. ഇപ്പോൾ മൊബൈലിൽ തന്നെ ഒരു ഇത് വന്നു, വേറെ ആരുമായിട്ടുള്ള ടോക്ക് കണ്ടു, ഉടനെ ഇത് എവിടം വരെ പോകുന്നുണ്ടെന്ന് അറിയണ്ടേ, ഇത് എനിക്ക് തമ്മിൽ വേറെയാണോ എന്നുള്ള സംശയത്തോടു കൂടി മിണ്ടാതിരിക്കുക. നേരെ മറിച്ച് ഞാൻ നിന്റെ മൊബൈലിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടു, അതെനിക്ക് വളരെയധികം പ്രയാസം തോന്നി, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ തോന്നിയോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല എന്ന് പറയുന്നത് തീരും. നേരെ മറിച്ച് അതിങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്യാതെ കൊണ്ടുനടക്കുകയും അത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ബിഹേവിയറിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ശരിയായ ഒരു ആശയവിനിമയം അതിനകത്തുണ്ട് എങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഒന്നത്. രണ്ട്, ഭാര്യാഭർത്തൃക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം ഇതിനിടയിൽ തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള കാര്യങ്ങൾ പറയും. സാധാരണയായി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛൻ മരിച്ചുപോയി അമ്മ മാത്രം ഉള്ള കുടുംബത്തിലേക്ക് വരുന്ന പുതിയ കുട്ടികൾക്ക്, അതായത് മകൻ്റെ ഭാര്യയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഏറ്റവും വലിയ പെറ്റായിട്ടാണ് ഇവനെ വളർത്തിക്കൊണ്ട് പോകുന്നതല്ല, അതിലേക്ക് കടന്നു വരുന്ന ഒരാളെ അതുപോലെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ഇതങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു മകനാണ് ഉള്ളത്, എല്ലാത്തിനും ആശ്രയത്തായ ഉള്ളതാണ്, അതിൻ്റെതായ ഒരു സ്നേഹവും അടുപ്പവും പങ്കാളിയിലോട് കാണും, അത് പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പെൺകുട്ടി ബിഹേവ് ചെയ്യുകയാണ് എങ്കിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആശയവിനിമയത്തിൻ്റെ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പങ്കാളിയോടെ എനിക്കത് ബുദ്ധിമുട്ട് തോന്നി, അതിന് എന്താണ് അങ്ങനെ എനിക്ക് തോന്നി എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ആശയവിനിമയം. ഓക്കെ, ആശയവിനിമയം നമ്മൾ പറയാൻ തുടങ്ങുമ്പോ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ അത് അതേ രീതിയിലല്ല എന്റെ ഭാര്യ എടുക്കുന്നത്, അല്ലേ? അതല്ലേ ആശയവിനിമയം തകരാറ്? അതെ. അതുപോലെ തന്നെ എന്റെ ഭാര്യ പറയുന്നത് ഭാര്യ ഉദ്ദേശിച്ച രീതിയിലല്ല ഭർത്താവായ ഞാൻ എടുക്കുക, അതല്ലേ ആശയവിനിമയം തകരാറ്? അതെ അതെ, എനിക്ക് ബുദ്ധിമുട്ട് തോന്നി എന്ന് ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഷെയർ ചെയ്യാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യുക, അതല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു വിഷയം ഒരു ഇന്ററാക്ഷൻ പാറ്റേണിൽ ഒരു വ്യതിയാനം അവിടെ നടന്നു. അതായത്
ഞാൻ പറഞ്ഞത് അതേ രീതിയിൽ ഭാര്യ എടുക്കുന്നില്ല. അഥവാ ഭാര്യ പറഞ്ഞത് അതേ രീതിയിൽ ഞാൻ എടുക്കുന്നില്ല. അതായത് രണ്ട് ആശയങ്ങൾ അല്ലെ, ഒരാളുടെ മനസ്സിലുള്ള ആശയം മറ്റൊരാളോട് പറയുന്നത് അതേ രീതിയിൽ എടുത്തു കഴിഞ്ഞാലാണ് ആശയവിനിമയം ആവുന്നത്. തിരിച്ചും അതുപോലെ ആവുമ്പോഴാണ് വിനിമയം ആവുന്നത്. അല്ലാത്ത ഭാര്യ ഒന്ന് പറഞ്ഞു എന്നത് ശരിയാണ്, തിരിച്ച് ഞാൻ മറ്റൊന്ന് പറഞ്ഞു, മാം പറഞ്ഞു, അത് മാം അതിനെ കുറിച്ച് പറഞ്ഞു. ഒരാൾ ഒരു കാര്യം പറയുന്നു, മറ്റാള് വേറൊരു കാര്യമാണ് തിരിച്ചു പറയുന്നത്. അതെങ്ങനെയാ ആശയവിനിമയം ആവുന്നത്? ഇതാണ് ആശയവിനിമയത്തിന് തകരാറ് അല്ലെ. കറക്റ്റ് കാര്യങ്ങൾ തിരിച്ചു പറയാം. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഒരു സാരി വാങ്ങണം എന്ന് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഭർത്താവിന് കഴിഞ്ഞാൽ മാത്രമേ ആശയവിനിമയം ആവുന്നുള്ളൂ. അതുപോലെ തന്നെ സാമ്പത്തിക ചെലവുകൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കൊരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ അതെ അതെ, അതിന്റെ എന്തിനാ ഇപ്പൊ സാരി എന്ന് ചോദിക്കുമ്പോഴല്ലേ അതിന്റെ കാര്യങ്ങൾ പറയണേന്ന്. ആശയവിനിമയ തകരാറ് വരുമ്പോ എന്താ സംഭവിക്കണേ? നിനക്ക് എന്തിനാ സാരി എന്ന ചോദ്യം ആശയവിനിമയ തകരാറിലേക്ക് എത്തി. രണ്ടാമത് ഭാര്യ ചിന്തിക്കുന്നത് എന്താണ്? ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. എന്റെ മനസ്സിന്റെ, അതാണ് സാർ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ തുറന്നു പറയുന്നതിന്റെ വിഷയം ഇതാ പറഞ്ഞത്. എന്റെ മനസ്സ് എനിക്കൊരു കല്യാണത്തിന് പോകണം, എനിക്കൊരു സാരി വേണം, എന്നാലേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നു. എനിക്കൊരു കല്യാണത്തിന് പോകണം, അതിന് പോകണമെങ്കിൽ എനിക്ക് പുതിയ സാരി വാങ്ങിച്ചു തരണം, എന്നാലേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നതും, എനിക്ക് ഉള്ള സാരികളൊക്കെ ഞാൻ ഈ പലതിനുമൊക്കെ പോയിട്ടുള്ളതാണ്, ഇതെടുത്തുകൊണ്ട് പോകാൻ എനിക്കൊരു വിഷമമുണ്ട്, അതുകൊണ്ട് ഒരു പുതിയ സാരി വാങ്ങി തന്നാൽ നന്നായിരുന്നു എന്ന് പറയുന്നതും അങ്ങനെയാണില്ലേ ശരി ഓക്കെ എന്ന് പറയുന്നതും, അതല്ലാണ്ട് അങ്ങനെ വന്നാലേ ഒക്കുള്ളൂ അല്ലെങ്കിൽ പോവില്ല എന്ന് പറയുന്ന ഭാഗത്തുള്ള വരുന്ന ആശയവിനിമയത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ വന്നു. പറഞ്ഞ പോലെ ആവശ്യം പറയുമ്പോൾ എനിക്ക് വേറെ ഉള്ള ഒരു സാരിയേ ഉള്ളൂ, അത് ഞാൻ എടുത്ത് എല്ലായിടത്തുമൊക്കെ പോയിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നു, അതുകൊണ്ട് ഒരു പുതിയ സാരി എടുത്തുകൊണ്ട് പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരാമോ, പറ്റുമോ എന്ന് അല്ലെ വേണം എന്ന് പറയുന്നതും, അതല്ല എനിക്കൊരു സാരി ഉണ്ടെങ്കിലേ ഒക്കുള്ളൂ, അതല്ലേ ഞാൻ പോവില്ല എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ആശയവിനിമയത്തിന്റെ വിഷയമല്ലേ അത്. സാറേ റോയ് സാറ് പറഞ്ഞ തന്നെ സാറ് പറഞ്ഞറിഞ്ഞ റോയ് സാറ് പറഞ്ഞറിഞ്ഞ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു. അത് സാറ് പറഞ്ഞ പോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ കുടുംബത്തില് സന്തോഷായിട്ട് കുട്ടികളും ഭാര്യയും ഭർത്താവെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്, ഭർത്താവിനെ മാത്രം പറയണ്ട, ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പൊ ഭാര്യ പെട്ടെന്ന് അങ്കലാപ്പോട് കൂടിയിട്ട് അയ്യോ എന്നെ ഒരു കൂട്ടുകാരി വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുറത്തു പോവാണ്. പുറത്തു പോയിട്ട് വന്നിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അടുക്കളയിൽ പോകുമ്പോ ഇത് ഭർത്താവ് എടുത്ത് നോക്കുമ്പോ ഒരു ആൺകുട്ടിയാ വിളിച്ചത്. അപ്പൊ അവിടെ നീ ആര് വിളിച്ചെന്നാ പറഞ്ഞ? എന്റെ കൂട്ടുകാരിയുടെ പേരെന്താടി? അപ്പൊ ആൺകുട്ടി വിളിച്ചെന്ന് അവക്ക് ഒരു അങ്ങനെ ഉണ്ടാവുമല്ല. അപ്പൊ അങ്ങനെ പറയുന്നതിന് പകരം ധൈര്യമായിട്ട് പറയാനുള്ള ഇത് വേണം. എന്റെ ഒന്നിച്ചു പഠിച്ച എന്റെ സുഹൃത്ത് വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. അപ്പൊ അവിടെ ഒരു ഇതിന്റെ എന്താ പറയുക, കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ടാവില്ല. റോയ് സാർ പറഞ്ഞ പോലെ സത്യം പറഞ്ഞേക്കാം. അതാണ് സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ അബ്ദുറഹീം സാറ് അതിന് ശക്തമായിട്ട് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ ഈ ക്ലാസിന്റെ അവസാനത്തിലേക്ക് ഇനി 1-2 സെഷനുകൾ ഉണ്ടാവല്ലോ, അതിലെത്തുമ്പോ അബ്ദുറഹീം സാർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് എടുക്കാം, നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. അതായത് ഞാൻ പറയാം, എപ്പോഴൊക്കെ അബ്ദുറഹീം സാറ് കേൾക്കുന്നതായിരിക്കും ചോദിക്കുന്നത്, അതായത് എപ്പോഴൊക്കെ ഈ ആബ്സല്യൂട്ട് വേർഡ്സ് പറയുന്നോ അപ്പോഴൊക്കെ ആശയവിനിമയം അവിടെ നിൽക്കുക ചെയ്യുന്നത്. ഒരിക്കലും അല്ലെ, എപ്പോഴും അവൾ അങ്ങനെയാണ്, എപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് അല്ലെ, ഒരിക്കലും ശരിയാവില്ല. അത് അവൾ ഒരിക്കലും മാറില്ല, അവൻ ഒരിക്കലും മാറില്ല അല്ലെ. ഇതിനൊക്കെ അബ്സല്യൂട്ട്സ് എന്നാണെന്ന് പറയാം. എവിടൊക്കെ ഇത്തരം അബ്സല്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പാരയാണ്, പറയുന്നവർക്ക് പാരയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സത്യം ഇവിടെ ഇല്ല ലോകത്തില്, ഈ അബ്സല്യൂട്ട്സില്. ഒരിക്കലും അങ്ങനെ ആണ്, എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ ഈ അബ്സല്യൂട്ട് അല്ലെ, തീർത്തും അതാണെന്ന് പറയുന്ന ആ വിഷയമാണ്. ഇങ്ങനെ ഒരിക്കലും ആരും പറയരുത് ആശയവിനിമയം. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാം സാറേ. ഈ ഒരിക്കലും എന്ന് പറഞ്ഞാലേ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, റിലേഷൻഷിപ്പ്
പ്രേമം അതൊക്കെ സർ ഇത് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ 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 ഞാൻ പുറത്ത് സാറേ ഇപ്പൊ നമ്മൾ ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് പിന്നെ പ്രേമ റിലേഷൻഷിപ്പ് ഒക്കെ വെവ്വേറെയാണ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോ നമ്മളിപ്പോ പഴയ സ്കൂളിലെ കൂട്ടുകാരായിട്ട് കോളേജുകളെ കൂട്ടുകാരെ ഫോണ് വരിക, ആണുങ്ങളതും പെണ്ണുങ്ങളതും രണ്ടു കൂട്ടർക്കും വരും. അതിലൊന്നും ആരും കാര്യമായി എടുക്കാറില്ല. പക്ഷെ എവിടെ അറിയോ, ഈ പഴയ പ്രേമത്തെ കുറിച്ച് പറയരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാന്. അല്ലാത്ത ഇപ്പൊ എന്റെ ഫോണിൽ എന്റെ ക്ലാസ്മേറ്റ്സ് ആയ ഡിഗ്രിക്ക് പഠിച്ച സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻസിന്റെ കോളൊക്കെ വരാറുണ്ട്. എന്റെ വൈഫിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ഗ്രൂപ്പിലുള്ള എത്രയോ ആണുങ്ങളായിട്ട് അവർ സംസാരിക്കാറുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ പ്രേമുണ്ടായ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണ്, നല്ല കാര്യമാണ്. അത് ഉടനെ പല വൈവാഹിക ജീവിതവും അങ്ങനെ തകർന്നിട്ടുണ്ട്. സാറ് പറഞ്ഞത് പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നു. വളരെ 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 യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമുള്ള അഭിപ്രായമാണ് സാറ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരേ ഒരു ആബ്സല്യൂട്ട് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ക്ലാസിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ അത് ക്ലാരിറ്റി കിട്ടും. അത് ഇപ്പൊ പറയാൻ പാടില്ല. ഞാൻ എത്തുമ്പോൾ ഞാനത് പൊതുവെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ഇന്റിമസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സെൽഫ് ഡിസ്ക്ലോഷർ തുറന്നു പറയാൻ എത്രത്തോളം കഴിയുന്നോ അത്രത്തോളമാണ് ഇന്റിമസി കൂടുന്നത്. അതായത് ഇന്ന് യുവാക്കൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ പരസ്പരം ഉള്ള സൗഹൃദത്തിന്റെ ഗുണമേന്മ എത്രത്തോളം കൂടുന്നു, അതായത് ഇന്റിമസി എത്രത്തോളം കൂടുന്നു, അതാണ് അവർ വൈവാഹിക ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത് തന്നെ. ഇതിനൊക്കെ തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വിട്ടു പോകുന്നില്ല. ഞാൻ പറയാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ആശയവിനിമയം തകരാറായ ദമ്പതികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? അപ്പോ എന്താ സംഭവിക്കുന്നത്? അപ്പൊ മാം പറഞ്ഞു, അതായത് ഒരാളൊരു കാര്യം പറയും, മറ്റൊരാൾ വേറൊരു ഉത്തരം പറയും. അപ്പൊ അവിടെ വിനിമയം നടക്കുന്നില്ല, ആശയത്തിന്റെ വിനിമയം നടക്കുന്നില്ല, വാക്കുകളുടെ വിനിമയം നടക്കണം. ആ വാക്കുകളുടെ വിനിമയം നടന്നു കഴിഞ്ഞാല് മനസ്സിന്റെ അകത്ത് കെട്ടി നിൽക്കും ചില കാര്യങ്ങൾ. അത് എന്താ സംഭവിക്കുന്നത്? അത് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും. അത് സാർ പറഞ്ഞു, കോൺഫ്ലിക്റ്റ് അതൊരു വഴിയാണ്. രണ്ടാമത്തെ ഒരു വഴി സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കണത്? ഈ അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരും രണ്ട് മൂലയ്ക്കൊക്കെ ആവും. എന്നിട്ട് ആശയവിനിമയം കുറയും. അവർ തമ്മിലുള്ള സംസാരം കുറഞ്ഞു വരും. പിന്നീടോ തീരെ ആശയവിനിമയം ഇല്ലാതെ ആവും. അങ്ങനെയാണ് ഈ ഭിന്നത എന്ന് പറഞ്ഞതിലേക്ക് പോകുന്നത്. ഈ സംഘർഷത്തിലേക്ക് ഭിന്നതയിലേക്ക് പോകുന്നത്. അത് സംഘർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സംഘർഷത്തിന്റെ കാര്യമാണ് നമ്മളിപ്പോ രണ്ടാമത് എടുക്കാൻ പോകുന്ന കാര്യം. സംഘർഷത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപിടിയായിരിക്കും, വഴക്കായിരിക്കും. അല്ലാത്ത അവസ്ഥയിൽ തീരെ സംസാരിക്കാതെ രണ്ട് ധ്രുവങ്ങളിൽ കഴിയും ആശയവിനിമയ പ്രശ്നമുള്ള ദമ്പതികൾ. ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഞാൻ ആഗ്രഹിക്കുന്ന ഉത്തരവാണ്. അവര് അങ്ങനെയാണ്, അതാണ് അങ്ങനെ. അപ്പോ ഇത് ഇങ്ങനെയുള്ള ദമ്പതികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവരുടെ പ്രശ്നം ആശയവിനിമയ പ്രശ്നമാണെന്നുള്ളത്. മാക്സിമം 75-80% ദമ്പതികളുടെ പ്രശ്നം ആശയവിനിമയ പ്രശ്നമായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. കറക്റ്റ്. അതിൽ എവിടെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ ഈ ക്ലാസ്സിന്റെ എടുക്കുന്നത് ഇങ്ങനത്തെ ഈ പ്രധാനപ്പെട്ട വിഷയമാണ് ആശയവിനിമയം, മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ, സംഘർഷ പരിഹാരം. പിന്നെ വരുന്നത് ഇന്റിമസിയാണ്, പിന്നെ എക്സ്പെക്ടേഷൻ, അങ്ങനെ കുറച്ച് വിഷയങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോ ഓരോന്നും ഞാൻ ഇപ്പൊ ചുരുക്കി പറയുന്നുള്ളൂ. ആശയവിനിമയത്തെ കുറിച്ച് വീണ്ടും നമ്മൾ ഈ ക്ലാസ്സിന്റെ ഈ സെഷനുകളുടെ അവസാന സെഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും വരും. അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ ഈ അബ്ദുറഹ്മാൻ സാറിനോട് ഇപ്പൊ പറഞ്ഞ പോലെ ആബ്സല്യൂട്ടുകളെ കുറിച്ചൊക്കെ കൂടുതൽ പറയാം. എന്തുകൊണ്ട് ആബ്സല്യൂട്ടുകൾ പറയരുത്? ആബ്സല്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും, എപ്പോഴും, അല്ലെ, എന്ത് ചെയ്താലും ശരിയാവില്ല, അല്ലെ, ഞങ്ങൾ തമ്മിൽ വേർപാടല്ലാതെ വേറെ വഴിയില്ല. ഇതല്ലേ ഡിവോഴ്സ്? ഈ ഡിവോഴ്സിലെത്തുന്ന ആബ്സല്യൂട്ടുകൾ വഴിയാണ്. അതായത് അവൾ അങ്ങനെ തന്നെ ഒരിക്കലും വന്നു അവിടെ, കേട്ടോ, അവിടെ ഒരിക്കലും വന്നു അവിടെ
അല്ലെ ഇങ്ങനത്തെ ഈ അബ്സല്യൂട്ടുകളെല്ലാം നമ്മൾ സംസാരത്തിൽ ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ അബ്സല്യൂട്ടുകൾ എത്രത്തോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു അത്രയും നമ്മുടെ ആശയവിനിമയം നന്നാവും, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, നമുക്ക് കോംപ്രമൈസിലെത്താൻ പറ്റും എന്നാണ് ഏറ്റവും അധികമായിട്ട് പറയാനുള്ളത്. ഇനി കോൺഫ്ലിക്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിൽ ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് അതാണ് ഇപ്പൊ സംഭവിക്കാൻ ആശയവിനിമയ തകരാറുണ്ടെങ്കിൽ സംഭവിക്കാതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ എന്റെ വഴിക്ക് പോവും, അവൾ അവളുടെ വഴിക്ക് പോകും. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ പോകും. അപ്പൊ കാര്യമായുള്ള സംസാരം എന്തിനായിരിക്കും? സാധനങ്ങൾ, വീട്ടു സാധനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയും. പിന്നെ എന്താണ് മറ്റേ ചില കാര്യങ്ങളിൽ മാത്രം സംസാരിക്കും. മക്കളുടെ കാര്യം മാത്രം, ചിലപ്പോൾ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ മക്കളുടെ കാര്യം മാത്രം സംസാരിക്കും. ഇങ്ങനെ കുറഞ്ഞു വരും തകരാറാകുമ്പോ. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ എന്തിനാ പറയണത്? അതെ, അതാണ് മാം പറഞ്ഞ കാര്യം. ഇതുകൊണ്ടാണത്. ഒരാൾ ഒരു കാര്യം പറയും, അതിന് മറ്റാൾ വേറെ ഒരു ഉദ്ദേശിച്ച കാര്യത്തിന്റെ ആശയമല്ല അങ്ങോട്ട് എത്തുന്നത്, പിന്നെ തിരിച്ചു പറയുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അപ്പോ അതില് വേറൊരു വിട്ടുവീഴ്ച മനോഭാവം സ്ത്രീകൾ ചെയ്യണം പറയുന്നത്. അതായത് ഞാൻ പറയാൻ കാരണം, എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് ഒരു വീട്ടില് ജീവിച്ചിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹാപ്പി ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചിട്ടായിരിക്കും വന്നത്. അപ്പൊ ഇവിടെ എത്തിയിട്ട് ഭർത്താവ് ചിലപ്പോ അവരെക്കാളും കുറച്ച് പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ അവര് അച്ഛനമ്മനെ മരുന്ന് നോക്കണം, പെങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഇതാക്കണം. അപ്പൊ ഈ കക്ഷീന്റെ ഹാപ്പി ബർത്ത്ഡേ ഓർമ്മിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. അപ്പൊ പറയാ, എനിക്ക് നാളെ എന്റെ പിറന്നാളാണ്, ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ അങ്ങ് പറയാതെ പിറ്റേ ദിവസം ഭർത്താവ് വരുമ്പോഴത്തേക്ക് മുഖം പൊറിപ്പിച്ചിട്ട് എന്നാൽ ഇത്രയല്ലേ എന്നോട് സ്നേഹമുള്ളതെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പൊ അങ്ങനെയുള്ള സാറ് പറഞ്ഞ പോലെ കാര്യങ്ങൾ പറയണം. മൈൻഡ് റീഡിങ്, അതിൽ മൈൻഡ് റീഡിങ് ഉണ്ടല്ലോ അല്ലെ? അവള് നേരത്തെ തന്നെ പോലെ ആലോചിച്ചിരുന്ന വിഷയമാണ് ഈ വിവാഹ ഇതാണ് ആനിവേഴ്സറി, വിവാഹ ആനിവേഴ്സറി, അതുപോലെ ബർത്ത്ഡേ ഒക്കെ നേരത്തെ. അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല, അതുപോലെ എന്തുകൊണ്ട് ഓർത്തെടുക്കുന്നില്ല? അതൊക്കെ ചിന്തിക്കാലോ അല്ലെ? പല പ്രശ്നങ്ങളും അത്യാവശ്യ കാര്യങ്ങൾക്ക് കൊണ്ട് മറന്നു കാണുമെന്നാൽ തിരിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ് സോൾവ് ആവുന്നത്. അത് മൈൻഡ് റീഡിങ് ഒരിക്കലും അരുത്. മനസ്സ് വായിക്കണം. ഞാനിങ്ങനെ ബർത്ത്ഡേ കുറിച്ചും അതുപോലെ വിവാഹ ആനിവേഴ്സറിയെ കുറിച്ചും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ധ്യാനം, അതെ, ഇതാണുള്ള പ്രശ്നം വരുന്നത്. അങ്ങനെ മൈൻഡ് റീഡിങ്ങിനും അവിടെ ഭയങ്കര വലിയ സ്ഥാനമുണ്ട്. ഇനി എന്താണ് സംഘർഷമായിട്ട് വരുന്നത്? നേരത്തെ പറഞ്ഞ ആശയവിനിമയ തകരാറ് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘർഷത്തിലേക്ക് പോകാൻ തുടങ്ങും. സംഘർഷം, അത് ഈ കോൺഫ്ലിക്റ്റിന് അത് മാത്രമല്ല കാരണം, പല കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ സംഘർഷത്തിന്റെ കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഘർഷത്തിന്റെ കാര്യമാണ് ഈഗോ കോൺഫ്ലിക്റ്റ്. ഈഗോ തമ്മിലുള്ള, അതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ട് വരാം. അതിപ്പോ ഈഗോ കോൺഫ്ലിക്റ്റ് വന്ന ദമ്പതികളാണെങ്കിൽ അവര് ചെയ്യുന്നത് എല്ലാതും കുറ്റമായിരിക്കും. ഭർത്താവ് ചെയ്യുന്ന മുഴുവൻ കുറ്റമായിരിക്കും ഭാര്യയ്ക്ക്, ഭാര്യ ചെയ്യുന്നത് എല്ലാം കുറ്റമായിരിക്കും ഭർത്താവിന്. ഇത് ഈഗോ കോൺഫ്ലിക്റ്റ്. ഇങ്ങനത്തെ പലതരത്തിലുള്ള കാരണങ്ങളും ഈഗോ കോൺഫ്ലിക്റ്റുകൾക്കുണ്ട്. ഈ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വഴക്ക് തന്നെയാണ് അല്ലെ? അടിപിടി, അങ്ങനെയൊക്കെ അതിലേക്ക് എത്തുന്ന കാര്യമാണ് ഈ കോൺഫ്ലിക്റ്റ്. മറ്റേതൊക്കെ ആശയവിനിമയം ഇല്ലാന്നേ ഉള്ളൂ, ഒരു മൂലയ്ക്ക് ഇരിക്കുന്നേ ഉള്ളൂ, ഒരു ധ്രുവത്തിലായി കഴിയുമെന്നേ ഉള്ളൂ. ആശയവിനിമയ തരാറ് കൊണ്ട് അതാണ് സംഭവിക്കാൻ പറ്റുന്നത്. അതാണ് കോൺഫ്ലിക്റ്റിലേക്ക് പോവുക. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു? അപ്പൊ അത് ഈഗോ ആണ് അല്ലെ? എന്തുകൊണ്ട് അവൻ ആദ്യം അങ്ങനെ, അത് ഈഗോ ആണ് അല്ലെ? അങ്ങനെ പല കാരണങ്ങളും ഇതിലേക്കുണ്ട്. അതിന്റെ കാരണങ്ങൾ ലാസ്റ്റ് സെഷനുകളിൽ നമ്മൾ പരിപൂർണമായിട്ട് ഈ സംഘർഷ പരിഹാരത്തിലേക്ക് അതിന്റെ കാര്യം കോൺഫ്ലിക്റ്റ് കൂടുതൽ സംസാരിക്കും. അപ്പോ ഇത് ഒരു പൊതുവായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കാം. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അടിപിടി വഴക്കൊക്കെ ഉണ്ടായി, ഇനി ഇങ്ങനെ അത് പരിഹരിക്കുന്നുള്ളതാണ് നമ്മൾ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്നത് ശരിയാണോ എന്നാ ചോദ്യം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശരിയാണ്, രണ്ടും കൈയും കൂടി കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ, പ്രശ്നം ഒഴിവാക്കാം. എങ്ങനെയാ പ്രശ്നം ഒഴിവാക്കപ്പെടുന്നത്?
നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലാണ് സംഭവിക്കുന്നത്. ഈ ആശയവിനിമയ പ്രശ്നം കൊണ്ടുള്ള സംഘർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീരും. കുറെ ഒരു പരിധിവരെ അത് കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകും. രണ്ടു കൂട്ടർക്കും മൂലയ്ക്ക് ഇരിക്കാൻ പറ്റും. രണ്ടു കൂട്ടർക്കും അവർ തമ്മിലുള്ള വൈവാഹിക വിഷമതകള് അവർക്ക് ഡിസ്ട്രസ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ ഘട്ടമാണിത്. അതാണ് ഈ ഘട്ടം. പിന്നെ അപ്പൊ ആ സമയത്ത് ഇത് ഭിന്നതയിലേക്ക് കുറച്ച് കൊണ്ടുപോകാൻ അവർക്ക് ഈ ഒരു രണ്ട് കൈയായാലും അടിച്ചാലേ ശബ്ദം ഉണ്ടാവും എന്നുള്ള ഉപദേശം കൊണ്ട് കഴിയും. അപ്പൊ എന്താ സമയം നിരാശ ഉണ്ടാവും, നിരാശയും. ഒരാൾക്ക് ദേഷ്യം ഉണ്ടാവും. ഞാൻ എന്റെ മനസ്സ് പറയാണ്, ഒരാളും ചുമ്മാ ഇങ്ങനെ പറയില്ല. പറ്റാറ് ചൊറിച്ചിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലെ, ഇറിറ്റബിലിറ്റി. അതിന് ഇംഗ്ലീഷിൽ ഇറിറ്റബിലിറ്റി എന്നല്ല പറയാം, ചൊറിഞ്ഞു വരുന്ന പരിപാടി. അപ്പൊ ഈ ഇറിറ്റബിൾ ആയി എന്റെ മനസ്സ് ഇറിറ്റബിലിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണം അഡ്രസ് ചെയ്യാനാണ് കഴിയണം. അപ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് ചെയ്യാതെ അയാൾ ഇറിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും വഴക്കിടുന്ന വരുന്നതൊക്കെ അതാണല്ലോ അല്ലെ, ഈ ഇറിറ്റബിലിറ്റി കൊണ്ടാണല്ലോ. ഇത് അങ്ങനെ തിരിച്ചൊന്നും സംസാരിക്കില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ഭയങ്കര നീരസമായിരിക്കും ഉണ്ടാവുക. അതുപോലെ നിരാശയും, രണ്ട് സാധനം ഉണ്ടാവുക. ഇത് അവസാനം ഭിന്നത കൂട്ടി ഡിവോഴ്സിലേക്ക്. ഏതൊക്കെയാണ്? ഇതാണ് സംഘർഷം പരിഹരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം വരുന്നത്. ഇനിയിപ്പോ പൊതു സംഘർഷ മേഖല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുക? ഈ കോൺഫ്ലിക്റ്റും ആശയവിനിമയ തകരാറും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. മനസ്സിലാക്കുക എളുപ്പമാണ്. ഇപ്പൊ മനസ്സിലാക്കി കാണുമല്ലോ അല്ലെ? ഇതൊക്കെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും അറിയണം. അത് മാത്രമാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ സ്ലൈഡ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നീണ്ടു പോകും. സാമ്പത്തിക പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. നമുക്കറിയാം ഡൗറി പ്രശ്നങ്ങൾ അങ്ങനെ ആക്കിയിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ആയിട്ടുള്ള സാമ്പത്തിക പ്രശ്നം. ഇതൊക്കെ നമ്മൾ ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ വധുവും വരനും ഒക്കെ ചിന്തിക്കേണ്ട വിഷയമല്ലേ സാമ്പത്തികം? ഇത് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് അടിപിടി കൊണ്ട വിഷയമാണോ? അല്ലല്ലോ. പരസ്പരം ചിന്തിച്ചെടുത്തിട്ടുള്ള തീരുമാനമായിട്ടല്ലേ അങ്ങനെ അതല്ലേ? അത് സംഘർഷമാക്കേണ്ട വിഷയമല്ല, പക്ഷെ സംഘർഷമായി തീരുന്നു. പിന്നെ രണ്ടാമത് കുട്ടികളെ വളർത്തുന്ന രീതിയിൽ രണ്ടുപേർക്കും രണ്ട് ഐഡിയാസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം മൂലകുടുംബ പ്രശ്നം. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. മൂലകുടുംബ പ്രശ്നങ്ങൾ, അതായത് ഫാമിലി ഓഫ് ഒറിജിൻ ഇടപെട്ടുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് സംഘർഷമായിട്ടുണ്ടാകുന്നത്. ഈ മൂലകുടുംബങ്ങളുടെ ഇടപെടലുകൾ അത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. അഥവാ അവര് രണ്ട് കുടുംബവും സ്വതന്ത്രമായിട്ട് വിടേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർപ്പിച്ച് ഞാൻ പറഞ്ഞു. ബില്ലില്ലെങ്കിലും വാട്സാപ്പിൽ മൊബൈൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാര് നമ്മുടെ നാട്ടുകാരെ പൈസ പോകുമ്പോഴുണ്ട്. കമ്പനിക്കാർ ഒരു കമ്പനിയിൽ വേറെ കമ്പനി നമ്മൾ കൂടി നമ്മുടെ നാട്ടുകാരെ 6 മാസമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് സംതൃപ്തി. ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ആസിഫ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എന്നിട്ട് അഥവാ മൂലകുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ഇപ്പോ അഥവാ എന്തൊക്കെയായിട്ട് നെഗറ്റീവായിട്ടാണ് മൂലകുടുംബങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ അതിനെ ഗൗരവമായിട്ട് ഇല്ലാതാക്കാൻ ഈ ഭാര്യ കഴിയും വേണം. അങ്ങനെയാണ് മൂലകുടുംബങ്ങള് പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കുന്നത്. ഇന്റിമസി പ്രോബ്ലംസ്, അതാണ് പിന്നീടുള്ള കാര്യങ്ങൾ. ഏത് തലത്തിലുള്ള ഇന്റിമസി വേണം എന്നുള്ള ഓരോ ഐഡിയ ഉണ്ടായിരിക്കും. ഭർത്താവിനൊരു ഐഡിയ ഉണ്ടായിരിക്കും, ഭാര്യയ്ക്ക് മറ്റൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള അടുപ്പങ്ങളാണ് വേണ്ടത്. ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്നുള്ളത്. പിന്നീട് തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ, അതായത് ആരാണ് തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്, ഈ കാര്യത്തില് അഭിപ്രായത്തെ എല്ലാ സംഘർഷങ്ങളും കോൺഫ്ലിക്റ്റുകളിലും തുടങ്ങുന്നത് അഭിപ്രായ വ്യത്യാസത്തിന്റെ സ്റ്റേജിലാണ്. ഭാര്യയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും, ഭർത്താവിന് ഒരു അഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായം കോൺഫ്ലിക്റ്റ് ആവുന്നതിന് ചില ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ ആ സ്റ്റേജിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ അത് പിന്നീട് കോൺഫ്ലിക്റ്റ് ആയിട്ട് തീരില്ല. അപ്പോ അതിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമാക്കി കളയരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമുക്കിപ്പോ ദാമ്പത്യ സമയം എന്നൊരു കാര്യമുണ്ട്.
ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന സമയം അത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നല്ലതാണ്. അങ്ങനെ കൂടുമ്പോൾ മാത്രമാണ് ഇന്റിമസിയും കൂടുന്നത്. അപ്പോ ഈ ദാമ്പത്യ മണിക്കൂറുകൾ അല്ലെ സമയം ഇത് ഇന്നത്തെ കാലത്ത് ജോലിയുടെ കാര്യം നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരുന്നു, ഭാര്യയും ഭർത്താവിനും ജോലി ചെയ്യേണ്ടി വരുന്നു, പിന്നെ അതിനോടൊപ്പം എല്ലാ വീട്ടുകാര്യങ്ങളും നോക്കേണ്ടി വരുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ദാമ്പത്യ സമയം കുറയാണ്. അപ്പൊ പിന്നെ അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ പ്രതീക്ഷകളിലെ യോജിപ്പില്ലായ്മ. നമ്മൾ പ്രതീക്ഷകളെ കുറിച്ച് സംസാരിച്ചു, എക്സ്പെക്ടേഷനെ കുറിച്ച്. ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ എക്സ്പെക്ടേഷൻ, വിവാഹം കൊണ്ടുള്ള എക്സ്പെക്ടേഷൻ, അതുപോലെ ജീവിതത്തെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ, 2-3 തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇത് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവമായിട്ടുള്ളതും നമ്മൾ അറിയാതെ നമ്മളിലുള്ളതായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇത് രണ്ടും ഒരുപോലെ ആവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ടുപേരുടെയും എക്സ്പെക്ടേഷൻ സെയിം ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരത്തെ സാബു സാറ് പറഞ്ഞ പോലെ പ്രണയ കാലഘട്ടം, അതുപോലെ ഹണിമൂൺ കാലഘട്ടം, അങ്ങനെ കുറെ വിഭജനങ്ങൾ ഉണ്ടല്ലോ ഈ വൈവാഹിക ബന്ധത്തിന്. ഈ പ്രണയ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാലും പ്രതീക്ഷകളിൽ യോജിപ്പില്ലായ്മയാണ് മറ്റൊരു സംഘർഷത്തിന് കാരണം. അപ്പോ ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്ലിയർ ആണോ? സംഘർഷ പരിഹാരത്തിന്റെ കാര്യം ഓക്കെ ആണല്ലേ? നമ്മളിപ്പോ ഇത് വളരെ ചുരുങ്ങിയ ലെവലിൽ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിലേക്ക് വീണ്ടും വരും. അതിന് നമുക്ക് ഈ ഇന്റിമസിയെ കുറിച്ച് ചുരുങ്ങിയ ലെവലിൽ ഒന്ന് പറയാം, എന്നിട്ട് നിർത്താം അല്ലേ? എന്താ ഉദ്ദേശിച്ചത് സാർ? ഇന്റിമസി നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇന്റിമസി അടുത്ത മനസ്സിലാക്കാം. ഈ 3 കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാരേജ് എൻറിച്ച്മെന്റിന്റെ വിഷയങ്ങളില് ഏറ്റവും 3ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഒന്ന് ആശയവിനിമയം ആണ്, മറ്റൊന്ന് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ്, മൂന്നാമത്തത് ഇന്റിമസിയാണ്. ഇത് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോവാം. അപ്പോ ഇതിലാണ് നമ്മൾ പറഞ്ഞത്, ഉയർന്ന ലെവലിൽ ഇന്റിമസിയും സ്വയം തുറന്നു പറച്ചിലാണ് ഏറ്റവും വിജയകരമായുള്ള ദാമ്പത്യം. ദാമ്പത്യ ബന്ധം ഏറ്റവും വിജയിക്കണമെങ്കിൽ ഈ ഇന്റിമസി എത്രത്തോളം കൂടുന്നു അത്രത്തോളം നല്ലതാണ്. ഓക്കെ, ഇനി എങ്കിൽ സ്റ്റോപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും ആർക്കെങ്കിലും സ്ലൈഡിനെ കുറിച്ചൊന്നും ഇല്ലല്ലോ അല്ലെ? ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഇന്ന് നമ്മള് ചെന്ന് നിൽക്കുന്നത് ഇന്റിമസിയുടെ തലമാണ്. നമ്മളുടെ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇന്റിമസി ഇല്ലാതെ വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും നമ്മൾ അവലോകനം ചെയ്യണം. അത് കോൺഫ്ലിക്റ്റിന്റെ വശം തന്നെയാണ്. തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത് തന്നെയാണല്ലേ ഓപ്പൺ ഡിസ്കഷൻ. അല്ലെങ്കിൽ സാർ ആദ്യം പറഞ്ഞ പോലെ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു തലമാണ് പൊതുവെ കളിക്കുന്നത്. കാരണം എല്ലാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പാടില്ല, തിരിച്ചറിയാൻ പാടില്ലാത്തത് എന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു റെലവൻസും ഇല്ല. കാരണം മനുഷ്യനാണ്, മനുഷ്യൻ വ്യത്യസ്തനാണ്, യുണീക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സ്വീകരിക്കുകയും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക, അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അത് കുറയുന്നു. കാരണം അതിന്റെ സമയം കൂടെ ഇന്ന് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അപഹരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഡെഫിഷ്യൻസിയിലേക്ക് വരികയാണ്. തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനുള്ള സാധ്യതകളാണ്, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ഇന്റിമസി വലിയ ഘടകമാണ്, ഒരുപക്ഷെ വളരെ ഡെപ്തിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ 4ാമത്തെ സെഷനും വളരെ മനോഹരമായി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. യെസ്, ഉലഹന്നാൻ സാർ ഒന്നും പറഞ്ഞില്ലല്ലോ, പറയും. പെട്ടെന്ന് പോകേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഇല്ല, ഓക്കെ, ഉലഹന്നാൻ സാർ പറഞ്ഞോട്ടെ സാർ. ഈ വൈവാഹിക ജീവിതത്തിന് ഒരു മുൻവിധിയോട് കൂടിയുള്ള ഒരു യാത്ര പലപ്പോഴും നമ്മൾ കൊണ്ടുപോകാറുണ്ട്. യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടപ്പം മുൻവിധികൾ പലപ്പോഴും തകരാറിലാവാറുമുണ്ട്. അവിടെയാണ് ഈ പങ്കുവെക്കലുകൾ ആവശ്യമുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്, പക്ഷെ നമുക്കത് ഈ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. അത് എൻ്റെ കൗണ്ടർ പാർട്ടിനോട് തുറന്നു പറയാനുള്ള ആത്മധൈര്യം എനിക്കുണ്ടാവും. തിരിച്ചു
അപ്പൊ അവിടെ റിപ്പയറിങ് നടക്കും. ഓ, ഈ ഒരു ചെറിയ പ്രശ്നമാണ് നമ്മളുടെ പൊട്ടലിനുള്ള കാര്യം. അത് പരസ്പരം റിപ്പയർ ചെയ്യും, വണ്ടി മുന്നോട്ട് പൊക്കോളും. ടയറിൽ കാറ്റില്ലാത്തതുകൊണ്ട് വണ്ടി ഓടാതെ കിടക്കുകയാണ്. നിസ്സാര കാര്യമാണ് ടയറിൽ കാറ്റ് അടിക്കുക എന്നുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എൻ്റെ വണ്ടി എന്തുകൊണ്ടാണ് ഓടാത്തത്? പുതിയ വണ്ടിയാണ്, എല്ലാമുണ്ട്, ഡ്രൈവറുമുണ്ട്, സഞ്ചാരിയുമുണ്ട്, പക്ഷെ വണ്ടി പോകുന്നില്ല. അതെന്തുകൊണ്ട് എന്നറിയാൻ കാറിനകത്തിരിക്കുന്ന ആളൊന്ന് പുറത്തിറങ്ങണം. അത് ആദ്യം ഇറങ്ങേണ്ട ഡ്രൈവർ തന്നെയാണ്, കാരണം അയാളാണത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഡ്രൈവർ പുറത്തിറങ്ങുമ്പോൾ കൂടെ അതിനകത്തിരിക്കുന്ന ആളും പുറത്തിറങ്ങും. അപ്പോഴാണ് പറയുന്നത്, ചേട്ടാ ദേ ഈ ടയറില് കാറ്റില്ല. അപ്പോ അത് ആരുടെ ഹൃദയത്തിലോ സ്നേഹത്തിന്റെ ഒരു ചെറിയ ഭ്രംശം സംഭവിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് സൂത്തനിങ്ങിലൂടെ അടുത്ത ആളുടെ ഷൂസില് നമ്മുടെ കാലിട്ടുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കി ഒരു തുറന്നു പറച്ചിൽ അവിടെ ആവശ്യമാണ്. അതോടുകൂടി നമ്മുടെ വിവാഹ ജീവിതം നമ്മുടേത് മാത്രമാണ്. എൻ്റെ അച്ഛൻ്റെയോ നിന്റെ അച്ഛൻ്റെയോ മറ്റൊരാളുടെ ഒന്നും അല്ല. എൻ്റെ ജീവിതവും നിന്റെ ജീവിതവും ഒന്നാണ്. 2 ശരീരം 1 മനസ്സ്, 2 ശരീരം 1 മനസ്സ്. ആ സങ്കല്പത്തിലേക്ക് വീണ്ടും വളർത്താനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, നാം ഒരു ചെറിയ കാര്യത്തിന് പിണക്കം സംഭവിച്ച, സാറ് നേരത്തെ പറഞ്ഞു, തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുക. അത് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ ശരിയായിരുന്നു, ഏട്ടൻ ശരിയല്ലായിരുന്നു, അത് ഞാൻ ഉറപ്പിക്കുന്നു. അപ്പുറത്തും അത് തന്നെയാ സ്ഥിതി. ഞാൻ ശരിയായിരുന്നു, അവൾ അത് സമ്മതിച്ചില്ല, നിശബ്ദമാകുന്നു, സൈലൻസ്. നമ്മൾ സൈലൻസിലേക്ക് പോകുന്നു. ആ സൈലൻസ് നിരാശയിലേക്ക് പോകുന്നു. അവിടെ ഡിപ്രഷന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നു. നിസ്സാര കാര്യമാണ്. രണ്ടുപേരുടെയും മനസ്സിലുണ്ടായത് ഒന്ന് അടുത്ത് വന്ന് ഒന്ന് തുറന്നു പറയാൻ സാധിച്ച് അതൊന്ന് ഡിസ്കഷനിൽ, സത്യം എൻ്റെ വശത്താണെങ്കിൽ അടുത്ത ആൾ ശരിയാണ്, ചേട്ടൻ്റെ വശത്താണ് ശരി, ഞാൻ സമ്മതിക്കുന്നു, സോറി. നമുക്ക് പറയാൻ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം അതാണ്. എൻ്റെ ഭാര്യയോട് ഞാൻ സോറി പറയേ, അത് നടപ്പുള്ള കാര്യമല്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ സോറി പറയേ, അതൊന്നും നടക്കില്ല. ഞാൻ വെറുതെ ഒന്നുമല്ല വന്നത്. ഈഗോ ഉടനെ തന്നെ അവനെ കയറ്റി, രണ്ടുപേരും മുറുക്ക പിടിച്ചു. കുടുംബജീവിതം മുന്നോട്ട് പോവില്ല. ഫുൾ ബ്രേക്ക് ഇട്ടിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ എന്താ ഉണ്ടാവുക? മുൻപോട്ട് ചാടി മറിഞ്ഞു പോവും, സഞ്ചാരമല്ല ഉണ്ടാവും. അപ്പൊ നമ്മൾ സഞ്ചാരം ഉണ്ടാകണമെങ്കിൽ കണ്ടീഷനിങ് നമുക്ക് തന്നെ ഉണ്ടാവണം. അത് ഒറ്റയ്ക്കുണ്ടായാൽ പോരാ, 2 കൂട്ടർക്കും ഉണ്ടാകുമ്പോൾ നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ കുടുംബജീവിതത്തിന്റെ സുഖവും ദുഃഖവും അറിഞ്ഞു വേണം ജീവിക്കാൻ. സുഖമുള്ള കാലത്തൊക്കെ സുഖിച്ചു നടന്നു, ദുഃഖം വരുമ്പോൾ അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പോവില്ല മുന്നോട്ട്. ഇപ്പോ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സർ. താങ്ക് യു ജെയിംസ്. താങ്ക് യു സർ. മനോജ് സാർ. നമസ്കാരം സാർ. നമ്മുടെ ജയരാമൻ സാറിന്റെ PPT ഒക്കെ വളരെ ഞാൻ ശ്രദ്ധയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറ് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് സാറിന്റെ ഇൻപുട്ടുകളൊക്കെ വളരെ റെലവൻ്റ് ആണ്. അത് സാർ ഒരുപാട് വർക്ക് ചെയ്തിട്ട് പലതും സാറ് പറഞ്ഞ പോയിന്റുകളിലെല്ലാം പറഞ്ഞ പോലെ അതിനെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് നീങ്ങുവാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ സാറ് പറഞ്ഞതിൽ എനിക്ക് സാറേ തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ പ്രത്യേകിച്ച് മലയാളികളാണെന്ന് തോന്നുന്നു, നമ്മളെ ഒത്തിരി ഇമോഷണലാണ്, അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ട്, വലിയ ഇമോഷണൽ ബീങ്സ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത്രമാത്രം വൈകാരികമായിട്ടൊരു ചെറിയ കാര്യത്തെയൊക്കെ എടുത്തിട്ട് പിന്നെ അത് മനസ്സിലിട്ട് ഇത്ര വലിയൊരു ബലൂണാക്കി പൊട്ടിക്കുന്ന ഒരു കൂടുതൽ ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സാറേ. ഈ മാരിഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് പ്യുവർലി ആൻ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ്. നമ്മൾ വലിയ കൃത്രിമത്വവും ഈ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ രണ്ടുപേര് തമ്മിൽ പോകാവുന്ന വളരെ സ്മൂത്തായിട്ട് പോകാവുന്ന ഒരു സംഭവമാണ് ശരിക്കും. പലപ്പോഴും ഈഗോ, ഞാൻ സാബു സാറ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മളെ പിന്നെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടല്ലോ ജയരാമൻ സാറ്. നമ്മളിപ്പോൾ നമ്മുടെ പാർട്ട്ണർ എന്തെങ്കിലും കാര്യം പറയുന്നത് നമ്മൾ ഊഹിച്ചെടുത്താണ് പലപ്പോഴും
അതിനെ വ്യാഖ്യാനിക്കുന്നതും ഒക്കെ. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ, അയ്യോ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഞാൻ അങ്ങനെ അധികം ആർഗ്യൂ ചെയ്യാൻ പോകാത്ത ആളല്ല. നമ്മൾ പറഞ്ഞ പോലെ അതുപോലെ സാറ് ഈ കമ്മ്യൂണിക്കേഷൻ ലോസും ഉണ്ടാകാറുണ്ട്. സാറ് പറഞ്ഞ ആശയവിനിമയത്തിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും പറഞ്ഞത് അപ്പുറത്തുള്ള ആൾ പറഞ്ഞതായിരിക്കില്ല നമ്മൾ കേട്ടത്. നമ്മൾ ഒരു അശ്രദ്ധ ഉള്ളവരാ കൂടുതൽ. സാറ് മുമ്പേ ആക്റ്റീവ് ലിസണിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ മൈൻഡ്ഫുൾ ലിസണിങ് ഒരു കാര്യമാണല്ലോ സാറേ. പലപ്പോഴും ഇതൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ആന്റണി സാറിന്റെ ക്ലാസ്സിലും ഈ ലിസണിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല, അല്ലെ കേൾക്കുന്ന തന്നെ ഹാഫ് ആണ്. നമ്മളും ഈ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മൂഡിലൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് എന്തെങ്കിലും പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഒട്ടും ശ്രദ്ധയെ കൊടുക്കാറില്ല. തിരിച്ചും അതുപോലെ ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞ കാര്യങ്ങളിലെ കുറച്ച് ശ്രദ്ധാപൂർണതയും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ അത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാറ് ഒരു കാര്യം പറഞ്ഞത് മാത്രം എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ സാറിനോട് പറയണമെന്ന് പറഞ്ഞാണ്. സാറ് പറഞ്ഞ് ഈ വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങളിൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകൂ എന്ന് സാറ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ സാറേ, എനിക്കറിയാവുന്നൊരു കേസ് ഹിസ്റ്ററി ഞാൻ പറയട്ടെ. കല്യാണം കഴിച്ചു കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സ് ചെയ്ത ഒരു കേസ് എനിക്കറിയാം. ആഫ്റ്റർ 15 years ഐഡിയൽ കപ്പിൾസ് ആയിരുന്നു എല്ലാവരുടെയും ഫ്രണ്ടിൽ. എല്ലാവരും ഞെട്ടിപ്പോയി സാർ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞു. അതിനകത്ത് ഇടപെടാത്തവരാരുമില്ല. അതിനകത്ത് ഇടപെട്ട് കുളവാക്കിയത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി ആ നല്ലൊരു മനുഷ്യനെ ഒരു കോലമാണ്. ഒടുവിൽ പിന്നെ അയാള് ക്ഷമ കെട്ടിട്ട് സലാം പറഞ്ഞു. അപ്പൊ അതല്ല സാറേ, ഈ വൈവാഹിക ജീവിതത്തിൽ കുറച്ച് പക്വതയൊക്കെ പറഞ്ഞു. പക്വതയായിട്ടല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്, കുട്ടികളല്ലല്ലോ. പിന്നെ സാറേ, ഇവിടെ നമ്മുടെ നാട്ടിലും ഉണ്ട് എന്താണ് ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ, അത് നമ്മൾ സാറിന്റെ പോരിൽ പറഞ്ഞിരുന്നു, നല്ല ബന്ധത്തോടു കൂടി പോകണമെന്നൊക്കെയുള്ളത്. സാറേ, അതിനകത്ത് ഒരു കഥയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോയി ജീവിക്കുകയും പിന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ഈ റൂളൊക്കെ വെളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 15 വയസ്സാകുമ്പോഴേ അച്ഛനും അമ്മയുടെ സലാം പോയി അവരുടെ ജീവിതം കെട്ടിപ്പടുത്തു കഴിഞ്ഞു. പിന്നെ ഈ അച്ഛനും അമ്മയും പോലും പിള്ളേരെ അറിയത്തില്ല. അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വീട്ടുകാരും ഈ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഇനി വേറെ മാറി താമസിച്ചാലും പോയി ഒരുപാട് ഇന്റർഫിയർ ചെയ്യും സാറേ. വീട്ടിൽ നിന്നൊന്നും ഫിസിക്കലി മാറുന്നേ ഉള്ളൂ. അല്ലാതുള്ള എല്ലാ കുനിപ്പും രണ്ട് വീട്ടുകാരുടെ ആൾക്കാരും അച്ഛനും അമ്മയൊക്കെയും ചെയ്തിട്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. വെറി മാറി താമസിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ഫ്രീഡം വേണം. അപ്പൊ സാറ് പറഞ്ഞതില് എനിക്ക് പല കാര്യങ്ങൾ റിലവൻ്റ് ആണെന്ന് തോന്നി. അങ്ങനെ മാറി നിന്ന് ചിന്തിച്ച് ജീവിതം ഒന്നല്ലേ ഉള്ളൂ സാർ. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിന്നെ ഈ വിട്ടുകൊടുക്കല്, അതുകൊണ്ട് നമ്മളൊക്കെ ഇല്ലാത്തൊരു കാര്യം അതാണ്. സാറ് പറഞ്ഞ ഈഗോ. ഞാൻ പിടിച്ച മുയലിന് 6 കൊമ്പാണെന്ന് പറയുന്നവർക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഞാൻ വീട്ടിൽ പൊതുവെ വഴക്ക് കുറച്ചുണ്ടാക്കുന്ന ആളാണ് സത്യം പറഞ്ഞ. എൻ്റെ വൈഫ് അതുപോലെയൊക്കെ തന്നെ. ഞങ്ങള് അങ്ങനെ വലിയ വഴക്കുകൾ കൂടുന്നവരല്ല ശരിക്കും പറഞ്ഞ. ഉണ്ട്, വഴക്ക് കൂടാത്തവരില്ലല്ലോ സാറേ. എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പൊ മുമ്പേ ഫോൺ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ കാലത്തൊക്കെ ആരാ സാറേ ഇതൊക്കെ തിരക്കാൻ പോകുന്നതന്നെ? നമ്മുടെ മക്കളൊക്കെ ആരോടൊക്കെയാ സംസാരിക്കുന്നത്? അതൊന്നും അല്ല പ്രശ്നം. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ മക്കളാണ് നല്ലതെന്നാകുന്നത്. നമുക്കൊക്കെ ഈ എന്താണ് ഇപ്പോഴും ഹൃദയം വളരാത്തവര് ചെറിയ ചെറിയ കാര്യങ്ങളുടെ എല്ലാം പുറകെ പോവുക. ഇനിയിപ്പോ മക്കളെ അവരും ചിലപ്പോൾ കൂടി വന്നാൽ ഇതൊക്കെ ചെയ്യത്തുള്ളൂ സാർ. ഒരു പെൺകുട്ടിയോടൊന്ന് സംസാരിച്ചെന്നിരിക്കും. അപ്പൊ പിന്നെ അതിന് 100,000 വ്യാഖ്യാനങ്ങളായി. അല്ലെ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഒരു ആൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിച്ചു, അപ്പൊ ഫോൺ പിടിച്ചു നോക്കി, പിന്നെ അതിന്റെ പുറകെ പോയി. ഇങ്ങനെയുള്ള പിള്ളേരാണ് മറ്റുള്ള പരിപാടികൾക്കൊക്കെ പിന്നെ പോകുന്നത്. ഈ കൂട്ടിലിട്ടടച്ച പിള്ളേർക്കാണ് പ്രശ്നങ്ങൾ പൊതുവെ. ഇപ്പൊ എന്റെ മോനെ ഇവിടെ വരെ പോകുന്ന എനിക്കറിയാം. ചിലപ്പം ലുലു സെന്ററിൽ പോയി ആ KFC ഇന്ന് അല്ലെ ഫുഡ് സെന്ററിൽ നിന്ന് സാറേ അവർ 2-3 ഫ്രണ്ട്സും കൂടെ അവിടെ പോയിരുന്ന അത്രേ ചെയ്യുള്ളൂ. അപ്പൊ അതിനൊക്കെ അതാ ഞാൻ പറയുന്നത്, നമുക്കാ സാറേ പ്രശ്നങ്ങൾ. ഈ കല്യാണം കഴിച്ച യാതൊരു പക്വതയും ഇല്ലാതെ ഞാൻ സാറേ ഈ മലയാളികൾക്ക് ഇത് കൂടുതൽ ചെറിയ കാര്യം മതി, അത് പേഴ്സണലൈസ് ചെയ്തു.
എന്നാൽ മുമ്പ് ഇവിടെ പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ഇതൊന്നും ഇല്ലാതെ വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് സാറേ. ഈ പറഞ്ഞ പോലെ ജീവിതം വലിയൊരു സുഖമുള്ള കാര്യമില്ല, പ്രത്യേകിച്ചും മാരീഡിലേക്ക്. നമ്മുടെ പ്രൈവസി, നമുക്ക് കിട്ടുന്ന സ്വകാര്യ നിമിഷങ്ങൾ, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് സാർ. അതനുസരിച്ചിട്ട് പിന്നെ എല്ലാം ഈ നൂല് പോലെ പിടിച്ചു പോകാനും പറ്റത്തില്ല സാർ. പ്രശ്നങ്ങൾ വരാം, ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചായിരിക്കുമല്ലോ പറയണത്. പിന്നെ അതൊരു വലിയ ബലൂണാക്കി പൊട്ടിക്കാതിരിക്കുക, അതാണ് ഉലകൻ സാറും ഒക്കെ പറഞ്ഞതിൻ്റെ ഇതിനകത്തും നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ സാറേ ഉപകാരപ്പെടും. 100% ഇറ്റ്സ് എ റെമഡി. സാർ അതിൻ്റെ സയൻറ്റിഫിക് വേയിൽ കൂടാണല്ലോ പറയുന്നത്. അപ്പം അത് ഉൾക്കൊണ്ട് അതിനകത്തു നിന്ന് പാഠങ്ങൾ പഠിക്കാമെങ്കിൽ നമുക്കൊക്കെ ആണല്ലോ ലെസൺസ് ലേൺഡ് എന്നല്ലേ സാറേ പറയുന്നത് അല്ലേ? അപ്പം ഒരു പ്രാവശ്യം ഉണ്ടായി തന്നെ ഒരു സോറിയിൽ പറഞ്ഞു തീരാവുന്നതേ ഉള്ളൂ 99% കാര്യം. പക്ഷെ അത് പറയാൻ മനസ്സില്ല, ആരാണ് വലുതെന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ ഈഗോ ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ ഇതുപോലുള്ള സാറിനെ പോലുള്ള ആൾക്കാരുടെ ക്ലാസ്സുകൾ ഈ അടിച്ചു പിരിയാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തലവെക്കുന്നവർക്കോ പോലും വലിയൊരു ഔഷധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സാർ. താങ്ക് യു. സാറ് പറഞ്ഞൊരു കാര്യം, സാറ് പറഞ്ഞതിൽ ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ പറഞ്ഞത് ഇത്രയാണ്. അതായത് ഇന്ററാക്ഷണൽ പാറ്റേണുകളിൽ മേലഡപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് ദൃഢമായി മാറി, ഫ്ലെക്സിബിലിറ്റി മുഴുവൻ പറഞ്ഞ് ദൃഢമായി മാറിയിട്ട് അത് സ്വഭാവമായിട്ട് മാറിയിട്ട് അങ്ങനെയാണ് ഈ വൈവാഹിക ഡിഫിക്കൽട്ടീസ് എന്താ പറയുന്നത്, ഡിസ്ട്രെസ് ഉണ്ടാവുന്നു, ഡിസ്ട്രെസ് ഡിസ്കോഡ് ഉണ്ടാകുന്നു, ഡിവോഴ്സ് ഉണ്ടാവുന്നു. ഇത് അതാണ് തുടക്കത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് തുടക്കത്തിലാണ് അത് സംഭവിക്കുന്നത്. ഈ എന്താണ് വെരി ക്ലിയർ, അതായത് പാറ്റേൺ ഓഫ് ഇന്ററാക്ഷൻസ്, ഇതാണ് ഞാൻ തുടക്കത്തിൽ എന്ന് പറഞ്ഞ കാര്യം. ഇടയ്ക്ക് ഇതുപോലെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്തു സംഭവിക്കാം. പക്ഷെ ഒരു കാര്യം സാറ് പറഞ്ഞതിൽ തന്നെ വരികൾക്കിടയിൽ വായിച്ചിട്ട് ഞാൻ സാറിനെ ഓർമ്മപ്പെടുത്തണം. അതായത് ഒരുപാട് ആൾക്കാർ ഇടപെട്ട് കുളമായിട്ടാണ് സമ്മതി നടന്നതെന്ന് പറഞ്ഞത്. ഇതിനും ഒരു കാരണം വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിൽ എന്തോ ഒരു കാരണമുണ്ട്. അവര് തമ്മിൽ ഇന്റിമസി ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു എന്നല്ല തെളിവല്ല സാർ. ഇത്ര മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ. ഓക്കെ സാർ, നീ പറയും മാം, പറയും. താങ്ക് യു സാർ. എനിക്കൊരു ഫംഗ്ഷന് പോകേണ്ടത് കാരണം ഇപ്പൊ നല്ലൊരു സെഷൻ. വിജയൻ സാറിനും സാബു സാറിനും പ്രത്യേകം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. നമ്മൾ ഒത്തിരി സെഷൻ കേൾക്കാറുണ്ട്, നല്ല സെഷൻ തന്നെ ആവാറ്. പക്ഷെ ഇത് സാറ് ഇങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഓരോ എക്സാമ്പിളും കൊടുത്ത് ഒരു ലൈവ് പ്രോബ്ലം എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളത് വളരെ മനോഹരമായിട്ട് ചർച്ചയിൽ കൂടെ പോയി ക്ലാസ്. അപ്പോ അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോ തന്നെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം അഡ്ജസ്റ്റ്മെന്റ് ആകുമ്പോ എപ്പോഴും അതൊരു പ്രശ്നത്തിലേക്ക് പോകും. അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോ ഓൾറെഡി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഓവർ പ്രതീക്ഷ വിട്ടിട്ട് അവർ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വരും. കാരണം നമ്മളെ ആദ്യത്തെ ഘട്ടം നമ്മൾ ഇവരെന്തെങ്ങനെ അങ്ങനെ എന്നുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ അറിയില്ല. വേറെ കൾച്ചർ, വേറെ ആൾക്കാര്, പിന്നെ ഇവർക്ക് ഒരുപാട് ഗുണമുണ്ട്, ഇവര് വേറെ കുടുംബാണെന്ന് പറയുമ്പോ നമ്മൾക്ക് നമ്മളെ സ്വന്തം ആൾക്കാര് അവര് പറഞ്ഞാൽ നമുക്കൊരു കേസ് തോന്നില്ല, പിന്നെ ഒരു ഉൾക്കൊള്ളലായി. അപ്പൊ ആ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കേസില്ല. വളരെ കറക്റ്റാണ് അത്. നല്ലൊരു സെഷൻ. താങ്ക് യു സാർ. ഓക്കെ മാം. മാം അടുത്ത ക്ലാസ്സിലും വരണം കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇത് തമ്മിൽ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കട്ടോ. അടുത്ത ക്ലാസ്സിലും വരണേ. അതില് ഞാൻ പറഞ്ഞാല് ചില കുടുംബത്തില് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഉണ്ടാവണം എന്നില്ല. അങ്ങനെയുള്ള കേസിലാണ് അപ്പം ഒരു ഫോൺ വന്നിട്ടാകുമ്പോ ഒരു അങ്കലാപ്പും കൂടി കാണുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് ഫോൺ ചെയ്തിട്ട് വരുന്ന ഒരു പ്രശ്നമില്ല. അപ്പോഴാണ് ഈ സംശയത്തിന് ഇതാക്കുന്നത്. പിന്നെ മനോജ് സാർ പറഞ്ഞ പോലെ ഇവിടെയുള്ള രാജ്യത്ത് കുട്ടികളെ നോക്കുന്നത് അമ്മമ്മ ആയിക്കഴിഞ്ഞാല്, കുട്ടികളായി കഴിഞ്ഞാൽ അത് തീർത്ത് അവരുടെ പൂർണ്ണ സംരക്ഷണം വേണം എന്നുള്ള രീതിയിലായിപ്പോന്നു. പക്ഷെ സാറ് പറഞ്ഞ പോലെ UK ഞാൻ അവിടെ മോളെടുത്തൊക്കെ പോയിട്ടാകുമ്പോ ഒരു ദിവസം ഒരു അമ്മമ്മ പറഞ്ഞു
ഐ ആം ടു ബിസി ടുമോറോ, ബേബി സിറ്റിംഗ് ഉണ്ട്. അപ്പൊ മോളോട് ഞാൻ പറഞ്ഞു, ബേബി സിറ്റിംഗ് അവരങ്ങനെ ജോലി ചെയ്യുന്നവരാണ്. മമ്മി അങ്ങനെ അല്ല, ഇവിടുത്തെ നമ്മളെ കേരളത്തിനെ പോലെ അല്ല. അവരങ്ങനെ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരെ മോള് കുട്ടീനെ കൊണ്ടുവിട്ടിട്ട് ഇവരെ നോക്കും. അന്നേരം മോള് അവർക്ക് പൈസ കൊടുക്കും. ഈ കുട്ടീനെ നോക്കുന്നതിന് അവർക്ക് പൈസ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ വ്യത്യാസങ്ങള് അപ്പൊ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കുട്ടീനെ നോക്കാൻ വരെ പൈസ മേടിക്കുക, സ്വന്തം പേരക്കുട്ടീനെ. യെസ്, ഇനി ആരുള്ള? റോയ് സാർ പറഞ്ഞില്ലല്ലോ. സുനിത, കപകുമാർ സാർ. അതെ, ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഘടകങ്ങളെല്ലാം പ്രശ്നമായിട്ട് വരുന്ന ദമ്പതികളെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ കഴിയുന്നത്. ഈ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഇൻറ്റിമസി എന്ന് പറയും. പക്ഷേ തൻ്റെ പങ്കാളിയുമായി ചെലവഴിക്കാൻ കിട്ടുന്ന സമയം സന്തോഷകരമായിരിക്കണം. അതാണ് ഇൻറ്റിമസി. ഇൻറ്റിമസി ഇല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു ഇൻറ്റിമസി ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ ആശയവിനിമയവും ഇതെല്ലാം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പ്രതീക്ഷയല്ല. അപ്പൊ അവിടെയെല്ലാം ആണ് പോകുന്നത്. രണ്ട്, ഈ നമ്മുടെയൊക്കെ പരമ്പരാഗതമായി വന്നിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞത് പുരുഷനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അപ്പൊ യൂറോപ്യൻ കൾച്ചറും മറ്റതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരും തുല്യമാണെന്നൊക്കെ പറയാൻ തുടങ്ങിയത്. എങ്കിലും അതൊരു പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ പറ്റാത്ത കുറെ സിറ്റുവേഷൻസിലൂടെ ഒക്കെ പോകുന്നുണ്ട്. ഈ മൂല കുടുംബത്തിൽ നിന്നും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോ ഇതൊക്കെ ഒഴിവാക്കാൻ ഇന്നത്തെ ഇതുപോലുള്ള ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരു പ്രശ്നമായി വന്നതിൻ്റെ അടുക്കെ ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞൊന്നും ഏക്കാൻ പോകുന്നില്ല. അത് അങ്ങനെ നിൽക്കുകയുള്ളൂ. കാരണം അതിനകത്ത് ജയമാണ് ആഗ്രഹിക്കുന്നത്. അത് പേരൻസ് വരെയും അവരവരുടെ കുട്ടികൾക്ക് ജയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആര് ജയിച്ചാലും ആര് തോറ്റാലും കുടുംബജീവിതമാണ് കുഴച്ചിലാകുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക. മനോകുമാർ സാർ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇതൊരല്പം പ്രശ്നമായി ഉള്ളിൽ കിടക്കുക, പിന്നെ ഉള്ളതിലെല്ലാം കയറി എത്തി പിടിച്ചാണ് അവസാനം വഷളാവണേ. അപ്പൊ അത് ഉണ്ടാവാനുള്ളത് നേരത്തെ ഉണ്ടായി. എന്തുമാത്രം നേരത്തെ ഉണ്ടാകുന്നുവോ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നു. അതല്ലാണ്ട് ആ പ്രശ്നമാണ് ഇത് എന്ന് പറയുകയല്ല, അത് ഉള്ളിൽ കിടക്കുന്നു. അപ്പൊ അത് പരിഹരിക്കാതെ ഇരിക്കുമ്പോൾ പിന്നെ വരുന്നതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. അവസാനം ഒരു രക്ഷയില്ലാണ്ട് വരുന്ന സമയത്താണ് ഈ ഡൈവേഴ്സിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ സാർ, ഏതായാലും ഈ ചർച്ചകൾ പ്രായോഗിക ജീവിതത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സത്യത്തിൽ ഈ കാലത്ത് മാതാപിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ വലിയ പ്രശ്നമൊന്നുമില്ല, അവര് അവരുടേതായ ഫ്ലോയ്ക്കൂടെ പോകും. മാതാപിതാക്കള് ഉണ്ടാക്കി വെക്കുന്ന പല പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടെയാണ് ആദ്യം ഈ പറഞ്ഞ ആദ്യകാലത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത കാലങ്ങളിൽ പിന്നിൽ വരുന്ന കാലങ്ങളിലെല്ലാം ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ബിഹേവിയറിന് കാരണമാകും. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുന്ന തരത്തിലേക്ക് അവര് പോകാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഇതെല്ലാം ഇതിനകത്ത് വരും. വളരെ ശ്രദ്ധയോടുകൂടി അഭിമാന പ്രശ്നമാണ്, ദമ്പതികളുടെ കുടുംബജീവിതമാണ് പ്രശ്നം അവിടെ ആകുന്നത്. അവരെ ഫ്രീ ആയിട്ടൊന്ന് വിടൂ എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റത്തില്ല. കുറെ കഴിയുമ്പോൾ അവരാവും നീയായി നിന്റെ കാര്യങ്ങളായി, നീ മര്യാദയ്ക്ക് ജീവിക്കാനിട്ടായി ഇങ്ങനെ പ്രശ്നത്തിലായി എന്ന് അവര് തന്നെ പറയും. ഈ അഭിമാനമൊക്കെ കളഞ്ഞേച്ച്, ഈ അഭിമാനമാണ് നമ്മുടെ ജീവിതം നശിപ്പിച്ചത്. ഗോപാൽ സാറേ പറയും. സാറ് പറഞ്ഞ പോലെ, സാബു സാറ് പറഞ്ഞ പോലെ അച്ഛനും അമ്മയെ മര്യാദ പഠിപ്പിക്കണം, പിന്നീട് വിടത്തില്ല. അവരുടെയൊക്കെ എല്ലാ കാര്യത്തിനും കയറി ഇടപെടാൻ പോകും. അതാണ് ഉണ്ടാകുന്നത്. പിന്നെ അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങള് അത് നല്ലതോ ചെയ്യോ എന്നുള്ള എവരറിയേണ്ട കാര്യമില്ല. അത് പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്ത്, നിങ്ങളുടെ അമ്മ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അത് ഒരു കാരണമാകും. പക്ഷെ അവരല്ലല്ലോ കല്യാണം കഴിച്ചെന്ന് പറയും ചിലർ. പക്ഷെ അതും പറയും. ഈ രണ്ട് കാരണമാണ് പ്രധാനമായിട്ട് പ്രശ്നമായിട്ട് വരുന്നത്. കാരണം അവര് കല്യാണം കഴിഞ്ഞാൽ അവർ പൂർണ്ണമായി വിടണം. അവർ ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു കൊടുക്കണം, അത്രയാവും. പൂർണ്ണമായി വിട്ടുകൊടുക്കണം. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം.
ഈ മക്കളെ വിവാഹം കഴിപ്പിച്ച് വിടേണ്ടതാണെന്നുള്ള ചിന്ത പോലും ചിന്തിക്കാതെ ഒത്തിരി സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് എന്നെക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ നൂറ് പ്രശ്നങ്ങളാണ്. ഓക്കെ വിജയ് സാർ, താങ്ക് യു. വിജയരാമൻ സാർ വളരെ മനോഹരം, കണ്ടിന്യൂ ചെയ്യാം. തീർച്ചയായിട്ടും നല്ല ചർച്ചകളാണ്. ചർച്ചകളിലൂടെ ഒത്തിരി മാറ്റങ്ങൾ വരട്ടെ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ഇനിയിപ്പോ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇപ്പോഴും നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ളത് അതാണ്. ഇനി ഇതിന്റെ കാതലായുള്ള വശങ്ങളിലേക്ക് നമ്മൾ ഇനിയും പോകാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വിശദമായിട്ട് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നും കൂടി വിശദമാക്കാനുണ്ട്. അപ്പോ നമുക്ക് ഇനിയും വേണ്ടി വരും. നമുക്ക് ഇതുപോലെ തന്നെ 50% മിനിമം 50% ഇന്ററാക്ഷനിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇൻസൈറ്റുകൾ, ഇതാ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഈ ഇന്ററാക്ഷണൽ പാറ്റേണിലെ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇത് വഴി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് മെറിറ്റ് എൻറിച്ച്മെന്റ് പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നമുക്ക് നോക്കാം കാര്യങ്ങൾ. ഓക്കെ സാർ, താങ്ക് യു. നാളെ നമുക്ക് കഥയിൽ കൊണ്ടൊരു കാര്യം, അഴിമതിക്ക് എതിരായിട്ടുള്ള ഒരു കഥയാണ് നാളെ പറയുന്നത്. സ്വന്തമായിട്ട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, മാൽമ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജിൽ ഉള്ള ഒരു സാറിന്റെ ഒരു കഥയാണ്. സാർ എഴുതിയ കഥയാണ്. നമുക്ക് കേൾക്കാം വൈകുന്നേരം. ഓക്കെ, ഗുഡ് നൈറ്റ്, സി യു, ബൈ.